ആപ്റ്റിക്സ് അക്കാദമിയുടെ ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് പാർട്ട് 2 ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു 9 ഏരിയ ഉണ്ട്. ആ 9 ഏരിയയിൽ PSC ചോദിച്ച കുറെ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ആ 9 ഏരിയന്റെ ഭാഗത്ത് നിന്ന് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള കുറെ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാം PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ശരി. ആദ്യം ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിലെ ചോദ്യങ്ങൾ പറയാൻ പോകുന്നു കേട്ടോ. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഓക്കെ, ശരി. ഒന്നാമത്തെ, ഫിസിക്സ് ഈസ് ഡാഷ് ദാൻ ഹിസ്റ്ററി. നോക്കൂ, ആ ഡാഷ് കഴിഞ്ഞ ഉടനെ അവിടെ ദാൻ എന്നുള്ളൊരു പദം ഉണ്ട്, കണ്ടോ നിങ്ങൾ? ഓക്കെ, അപ്പൊ ഡാഷ് കഴിഞ്ഞ ഉടനെ ദാൻ കണ്ടാൽ ഉറപ്പിച്ചോളൂ അവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി വേർഡ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ശരി. അപ്പൊ ചോയ്സിൽ കമ്പാരിറ്റീവ് ഡിഗ്രി വേർഡ് മോർ ഡിഫിക്കൽട്ട് അല്ലെ? അതിൽ ശരി, അതാണ് ശരി, മോർ ഡിഫിക്കൽട്ട് കേട്ടോ. അടുത്തത്, ജാക്ക് ഈസ് ഡാഷ് ദാൻ ഹിസ് ബ്രദർ. നോക്കൂ, ഡാഷ് കഴിഞ്ഞ ഉടനെ ദാൻ ഉണ്ട് അല്ലെ? അപ്പൊ ചോയ്സ് ക്ലവറർ, ക്ലവർ, മോർ ക്ലവറർ, ക്ലവറസ്റ്റ്. അപ്പൊ നോക്കൂ, ശ്രദ്ധിക്കണം, ക്ലവർ ദാൻ കണ്ട കമ്പാരിറ്റീവ് ഡിഗ്രി. അപ്പൊ ക്ലവർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡിഗ്രി, ക്ലവറർ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് ഡിഗ്രി, ക്ലവറസ്റ്റ് പറഞ്ഞാലോ സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ എന്താ വരിക? ക്ലവറർ, അതാണ് ശരി കേട്ടോ. അടുത്തത്, ഫ്യൂ സിറ്റീസ് ഇൻ ദ വേൾഡ് ആർ ഡാഷ് ദാൻ ന്യൂഡൽഹി. നോക്കൂ, ഇവിടെ ഡാഷ് കഴിഞ്ഞ ഉടനെ ദാൻ ഉണ്ട്, തീർച്ചയായിട്ടും അവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി. അപ്പൊ എന്താ വരിക? ബിഗർ അല്ലെ? അടുത്തത്, ദ ഓൾഡർ ഹി ഗോട്ട് ഡാഷ് ഹി ബിക്കേം. ലൈക്ക് നോക്കൂ, ആ ചോദ്യത്തിന്റെ തുടക്കം ദ ഓൾഡർ, ദ കൊണ്ട് തുടങ്ങി അടുത്ത വാക്ക് ER അവസാനിച്ചിട്ടുണ്ട് അല്ലെ? പിന്നെ കോമയുണ്ട്, ഒന്ന് രണ്ട് വാക്ക് കഴിഞ്ഞാൽ കോമ വരും, എന്നിട്ട് ബ്ലാങ്ക് കണ്ടാൽ അവിടെയും ആൻസർ ദ കൊണ്ട് തുടങ്ങി ER അവസാനിക്കേണ്ട വാക്കായിരിക്കണം. അപ്പൊ എന്താ വരിക? ദ ഹാപ്പിയർ ആണ് ശരി കേട്ടോ. അടുത്ത, ഷീല ഈസ് നോട്ട് ആസ് ഡാഷ് ആസ് ഹെർ സിസ്റ്റർ. നോക്കൂ, ഡാഷ് ആ ബ്ലാങ്കിന് മുമ്പും പിമ്പും ആസ് ഉണ്ട്, കണ്ടോ? ആ ബ്ലാങ്കിന് മുമ്പും പിമ്പും ആസ് ഉണ്ട്, ഉറപ്പിച്ചാൽ അവിടെ പോസിറ്റീവ് ഡിഗ്രി വേർഡ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്താ വരിക? ടോൾ, അതാണ് ശരി കേട്ടോ. അടുത്ത, ഇറ്റ് വാസ് ദ ഡാഷ് പിക്ചർ ഐ ഹാവ് എവർ സീൻ. അപ്പൊ നോക്ക്, ഡാഷിന് തൊട്ട് മുമ്പ് ആ ബ്ലാങ്കിന് തൊട്ട് മുമ്പ് ഒരു ദ എന്നറിയപ്പെടുന്ന ഒരു പദം ഉണ്ട് അല്ലെ? അപ്പൊ ഉറപ്പിച്ചോളൂ അവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി വേർഡ് ആണ് ഉപയോഗിക്കേണ്ടത്, ഉറപ്പിച്ചോളൂ കേട്ടോ. അപ്പൊ എന്താ വരിക? മോസ്റ്റ് ബ്യൂട്ടിഫുൾ അല്ലെ? അടുത്ത, ചെമ്പ്ര ഹിൽസ് ഈസ് വൺ ഓഫ് ഡാഷ് ബ്യൂട്ടിഫുൾ പ്ലേസസ് ഇൻ കേരള അല്ലെ? ഓക്കെ, അപ്പൊ നോക്കണം, വൺ ഓഫ് ഉണ്ട് അല്ലേ? അപ്പൊ ബ്ലാങ്കിന് തൊട്ട് മുമ്പ് വൺ ഓഫ് കണ്ടാൽ ഉറപ്പിച്ചോട് അവിടെ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി വേർഡ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ എന്താ വരിക? ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, അതാണ് ശരി അല്ലെ? ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ഓക്കെ, അടുത്ത, വിവേക് ഈസ് ദ ഡാഷ് ഓഫ് ദ 4 ബ്രദേഴ്സ്. നോക്കൂ, ഡാഷിന് ശേഷം 4 സഹോദരന്മാരുണ്ട് അല്ലെ? 4 സഹോദരന്മാര്. അപ്പൊ നോക്കൂ, ഡാഷ് തൊട്ട് മുമ്പ് ദ എന്നറിയപ്പെടുന്ന പദമുണ്ട്. അപ്പൊ ഉറപ്പിച്ചോളൂ അവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി വേർഡ് ആണ് ഉപയോഗിക്കേണ്ടത് അല്ലെ? അപ്പൊ ഇവിടെ 2 സൂപ്പർലേറ്റീവ് ഡിഗ്രി വേർഡ് ഉണ്ട്, എൽഡസ്റ്റ്, ഓൾഡസ്റ്റ്. ഇവിടെ എന്താ ആൻസർ വരിക? നോക്കൂ, ഇതൊരു കുടുംബത്തിലെ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഒരു കുടുംബത്തിലെ ആളുകൾക്കിടയിൽ മൂത്തതാണെന്ന് പറയാൻ എൽഡസ്റ്റ് ആണ് യൂസ് ചെയ്യുക, മറക്കരുത് കേട്ടോ. എന്താ വരിക? എൽഡസ്റ്റ്. അടുത്ത, ഐ ഹാവ് ഡാഷ് പെൻസ് ദാൻ യു. തീർച്ചയായിട്ടും അപ്പൊ ദാൻ കണ്ടാൽ ഒന്നില്ലെങ്കിൽ ലെസ് അല്ലെങ്കിൽ ഫ്യൂവർ, ഇതിൽ ആരോ ഒരാളാണ് ശരി, ലെസ് അല്ലെങ്കിൽ ഫ്യൂവർ. ഇനി ലെസ് ആണെങ്കിൽ ഡാഷിന് ശേഷം നോക്കുക, അതൊരു അൺകൗണ്ടബിൾ നൗൺ ആകണം. അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ ലെസ് ചേർക്കണം, കൗണ്ടബിൾ നൗൺ ആണെങ്കിലോ ഫ്യൂവർ ചേർക്കണം, ഫ്യൂവർ ചേർക്കണം. അപ്പൊ പെൻസ് ആണ്, പെൻസ് കൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ എന്താ പറയുക? ഫ്യൂവർ ആണ് അവിടെ ശരി, മറക്കരുത് കേട്ടോ. അടുത്ത, ലിറ്റിൽ എന്നുള്ളതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി വേർഡ് എന്താണ്? ലിറ്റിൽ പറഞ്ഞാൽ പോസിറ്റീവ് ഡിഗ്രി അല്ലെ? ലിറ്റിൽ, ലെസ് പറഞ്ഞ കമ്പാരിറ്റീവ് ഡിഗ്രി, ലീസ്റ്റ് പറഞ്ഞ സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പൊ എന്താ വരിക? ലീസ്റ്റ് ആണ് ആൻസർ കേട്ടോ. അടുത്ത, കമ്പാരിറ്റീവ് ഡിഗ്രി ഓഫ് ബാഡ്. ബാഡ് എന്നുള്ള പദത്തിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി വേർഡ് എന്താണ്? അപ്പൊ ബാഡ് പറഞ്ഞ പോസിറ്റീവ് ഡിഗ്രി, വേഴ്സ് ആണ് എന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി. എന്താ വരിക? വേഴ്സ്, മറക്കരുത്. എന്താ വരിക? വേഴ്സ്, മറക്കരുത് കേട്ടോ. ശരി. അടുത്ത, കേരള ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, ഇറ്റ്സ് പോസിറ്റീവ് ഡിഗ്രി ഈസ്. നോക്കൂ, ഇത് കണ്ടാൽ തന്നെ അറിയാം അതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രി സെന്റൻസ് ആണെന്ന് അല്ലേ? കാരണം ദ മോസ്റ്റ് ലിറ്ററേറ്റ് എന്നറിയപ്പെടുന്ന ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി അവിടെ വാക്കുണ്ട്. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിന്റെ പോസിറ്റീവ് ഡിഗ്രി എടുക്കാൻ പറഞ്ഞാൽ സിമ്പിൾ ആണ്. നോ അതർ വെച്ച് തുടങ്ങിയിരിക്കുന്നത് ആരാ നോക്കുക, അതാണ് ശരി. നോ അതർ വെച്ച് തുടങ്ങിയിരിക്കുന്നത് ആരാ നോക്കുക, അതാണ് ശരി. അപ്പൊ എന്താ വരിക? നോ അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് ആസ് ലിറ്ററേറ്റ് ആസ് കേരള, അതാണ് ശരി കേട്ടോ. അടുത്തത്, മിൻ ബഹദൂർ ഇസ് ദ ഓൾഡസ്റ്റ് മാൻ ടു സ്കെയിൽ മൗണ്ട് എവറസ്റ്റ്. ഇതാണ് ചോദ്യം അല്ലെ? അപ്പൊ നോക്കണം, ഇതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഇതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം ദ ഓൾഡസ്റ്റ് എന്നറിയപ്പെടുന്ന പദം. അപ്പൊ സൂപ്പർലേറ്റീവ് ഡിഗ്രിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എടുക്കാൻ പറഞ്ഞാൽ എന്താ വരിക? യെസ്, നോക്ക്, ഒന്നാമത്തെ ഓപ്ഷൻ വരും, ഓൾഡർ ദാൻ. നോബഡി ഈസ് ഓൾഡർ ദാൻ മിൻ ബഹദൂർ ദ ഓൾഡസ്റ്റ് ഇല്ല? അവിടെ ദ ഓൾഡസ്റ്റ് എന്നൊക്കെ ഒരു പദം ഉണ്ട് അവിടെ. ആദ്യം ഓൾഡർ പറയുന്നുണ്ട്, പിന്നെ ഓൾഡസ്റ്റ് പറയും, അങ്ങനെയൊന്നും പറയരുത്, തെറ്റാണ്, അങ്ങനെ പ്രയോഗം ഇംഗ്ലീഷിലില്ല. ഇനി നോ ക്ലൈംബർ ഈസ് ആസ് ഓൾഡ് ആസ്. നോക്കൂ, ഓൾഡ് പറഞ്ഞ പോസിറ്റീവ് ഡിഗ്രിയ. ഇനി നോക്കൂ, ഇനി ഡി നോക്കൂ, മൗണ്ട് എവറസ്റ്റ് അല്ലെ? മൗണ്ട് എവറസ്റ്റ് ഈസ് ആസ് ഓൾഡ്, അവിടെ ഓൾഡ് വന്നിട്ട് അതൊക്കെ പോസിറ്റീവ് ഡിഗ്രി. അപ്പൊ എന്താ വരിക? ഓൾഡർ ദാൻ. സി മിൻ ബഹദൂർ ഈസ് ഓൾഡർ ദാൻ എനി അതർ ക്ലൈംബർ ടു സ്കെയിൽ മൗണ്ട് എവറസ്റ്റ്. ഓക്കെ, അപ്പൊ ഓൾഡർ ദാൻ, അതാണ് ശരി കേട്ടോ.
അടുത്ത എലിഫന്റ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്. ദ സ്ട്രോങ്സ്റ്റ് എന്നറിയപ്പെടുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രി വരുന്നുണ്ട്. അപ്പൊ സൂപ്പർലേറ്റീവ് ഡിഗ്രി കണ്ടാൽ അതിന്റെ പോസിറ്റീവ് എടുക്കാൻ പറഞ്ഞാൽ നോ അതർ വെച്ച് തുടങ്ങിയിരിക്കുന്ന ആരാ നോക്കുക, അതാണ് ശരി. അപ്പൊ എന്താ വരിക? യെസ്, ഡി ആണ് ശരി കേട്ടോ. ഡി, നോ അതർ ആനിമൽ ഓൺ ലാൻഡ് ഈസ് ആസ് സ്ട്രോങ് ആസ് എലിഫന്റ്. ഓക്കെ. അടുത്തത് മാലിനി ഈസ് നോട്ട് സോ ഡാഷ് ആസ് സലീം. അപ്പൊ നോക്കൂ, ഡാഷിന് മുമ്പ് സോ ഉണ്ട്, ഡാഷിന് ശേഷം ആസ് ഉണ്ട്. കണ്ടോ നിങ്ങൾ? അപ്പൊ ഡാഷിന് മുമ്പ് സോ കണ്ടാൽ ഡാഷിന് ശേഷം ആസ് കണ്ടാൽ, സോ ആസ് കണ്ടാൽ ഉറപ്പിച്ച് നടുക്ക് പോസിറ്റീവ് ഡിഗ്രി വേർഡ് ഉപയോഗിക്കേണ്ടത് മറക്കരുത് കേട്ടോ. നടുക്ക് എന്താ വെച്ചാൽ പോസിറ്റീവ് ഡിഗ്രി വേർഡ്. അപ്പൊ എന്താ വരിക? ക്ലവർ, ക്ലവർ, ക്ലവർ. ഓക്കെ. അപ്പൊ ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിലെ കുറെ ചോദ്യങ്ങൾ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഓക്കെ, ശരി. ഇനി അടുത്ത ഫ്രേസൽ വെർബിന്റെ കുറെ കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നു കേട്ടോ. ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ. ഹി ഡാഷ് ഈസ് ന്യൂ കോട്ട് ആൻഡ് വെന്റ് ഔട്ട് ഫോർ എ വാക്ക്. അവനൊരു പുതിയ കോട്ട് ധരിച്ചിട്ട് പുറത്തേക്ക് നടക്കാൻ വേണ്ടി പോയി. അപ്പൊ ധരിക്കുക എന്നറിയപ്പെടുന്ന ഒരു ഫ്രേസൽ വെർബ് ചോയ്സിലുണ്ട്. ധരിക്കുക എന്നറിയപ്പെടുന്ന ഫ്രേസൽ വെർബ് ആരാ അത് അറിയോ? പുട്ട് ഓൺ. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധരിക്കുക എന്നർത്ഥം. ടു വെയർ എന്നർത്ഥം. ടു വെയർ. ഓക്കെ. അടുത്ത ഹി ഡാഷ് സം യൂസ്ഫുൾ ടിപ്സ്. അവൻ കുറച്ച് ഉപകാരപ്രദമായ കുറച്ച് ടിപ്സ് നിർദ്ദേശിച്ചു. അതാണ് ഇവിടെ നിർദ്ദേശിക്കുക എന്നർത്ഥത്തിൽ എടുക്കേണ്ടത്. കുറച്ച് ഉപകാരപ്രദമായ കുറച്ച് ടിപ്സ് അവൻ നിർദ്ദേശിച്ചു. അപ്പോ നിർദ്ദേശിക്കുക എന്നറിയപ്പെടുന്ന ഫ്രേസൽ വെർബ് ഉണ്ട്. ആരാ? പുട്ട് ഫോർവേഡ്. എന്താ പറയുക? പുട്ട് ഫോർവേഡ്. അടുത്തത് ന്യൂ MP വിൽ ഡാഷ് ദ PM നെക്സ്റ്റ് മന്ത്. എന്താ വരിക? പുതിയ MP അടുത്ത മാസം പ്രധാനമന്ത്രിനെ സന്ദർശിക്കുന്ന കാര്യം ഇവിടെ പറയുന്നത്. സന്ദർശിക്കുക എന്നറിയപ്പെടുന്ന ഫ്രേസൽ വെർബ് എന്താ? കോൾ ഓൺ. എന്താ വരിക? കോൾ ഓൺ. അടുത്ത ഐ കാൺ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് സേയിങ്. ഇവിടെ അണ്ടർസ്റ്റാൻഡിന്റെ അടിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ എല്ലാവരും. അത് മനസ്സിലാക്കണം എല്ലാവരും. ഓക്കെ. ഈ അണ്ടർസ്റ്റാൻഡ് എന്ന പദത്തിന് തത്തുല്യമായ ഒരു ഫ്രേസൽ വെർബ് താഴെ എന്താ അറിയത്? മേക്ക് ഔട്ട്. എന്താ വരിക? മേക്ക് ഔട്ട്. അടുത്ത ദ മാനേജർ ഈസ് വെരി റൂഡ്. മാനേജർ വളരെ പരുക്കനായ ഒരു സ്വഭാവക്കാരനാണ്. ദേ കാണ്ട് ഡാഷ് ദേ കനോട്ട് ഡാഷ് ഈസ് ബിഹേവിയർ. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആൾക്കാർക്ക് അദ്ദേഹത്തിന്റെ പെരുമാറ്റം സഹിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല. അവിടെ സഹിക്കുക എന്നറിയപ്പെടുന്ന ഒരു ഫ്രേസൽ വെർബ് ചോയ്സ് ഉണ്ട്. ആരാ? പുട്ട് അപ്പ് വിത്ത്. എന്താ പറയുക? പുട്ട് അപ്പ് വിത്ത്. അടുത്തത് ബ്രേക്ക് ഇൻ ടു മീൻസ്. ബ്രേക്ക് ഇൻ ടു എന്നറിയപ്പെടുന്ന ഫ്രേസൽ വെർബിന്റെ അർത്ഥം എന്താണ്? ബലം പ്രയോഗിച്ച് പ്രവേശിക്കുക. ബലം പ്രയോഗിച്ച് പ്രവേശിക്കുക, അതാണ് അർത്ഥം. എൻ്റർ ബൈ ഫോഴ്സ്. സ്റ്റോപ്പ്. എൻ്റർ ബൈ ഫോഴ്സ്. അടുത്ത ഗീവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉപേക്ഷിക്കുക. അബാണ്ടൺ എന്നർത്ഥം. ഗീവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അബാണ്ടൺ. ഓക്കെ. അടുത്ത് ഗോ അറ്റ് മീൻസ്. ഗോ അറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗോ അറ്റ് എന്ന് പറഞ്ഞ അർത്ഥം അറ്റാക്ക് എന്നർത്ഥം. ആക്രമിക്കുക. അറ്റാക്ക് എന്നാണ് അർത്ഥം. ഓക്കെ. അടുത്ത് ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടേൺ ഡൗൺ എന്ന് പറഞ്ഞ അർത്ഥം തിരസ്കരിക്കുക, തള്ളിക്കളയുക. റിജക്റ്റ്, റിജക്റ്റ്. ഓക്കെ. അടുത്ത ലുക്ക് ഡൗൺ ഓൺ. ലുക്ക് ഡൗൺ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലുക്ക് ഡൗൺ ഓൺ എന്ന് പറഞ്ഞ അർത്ഥം ടു ഡിസ്പൈസ്, അതായത് വെറുക്കുക, പുച്ഛിക്കുക എന്നർത്ഥം. വെറുക്കുക എന്നർത്ഥം, പുച്ഛിക്കുക എന്നർത്ഥം. അപ്പൊ എന്താ പറയുക? ഡിസ്പൈസ്. അടുത്ത വൈ ഡോണ്ട് യു ലുക്ക് ഡാഷ് ദ മീനിങ് ഓഫ് ദ വേർഡ്. വൈ ഡോണ്ട് യു ലുക്ക് ഡാഷ് ദ ഡിക്ഷണറി ടു ഗെറ്റ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ വേർഡ്. വൈ ഡോണ്ട് യു ലുക്ക് ഡാഷ് ദ ഡിക്ഷണറി ടു ഗെറ്റ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ വേർഡ്. ആ വാക്കിന്റെ അർത്ഥം കിട്ടാൻ വേണ്ടി ഡിക്ഷണറി നിനക്കൊന്ന് പരിശോധിച്ചൂടെ? അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഒരു പുസ്തകത്തിലെ ഒരു കാര്യം വായിച്ച് അന്വേഷിച്ച് കണ്ടെത്തി കണ്ടുപിടിക്കാൻ ലുക്ക് അപ്പ് എന്നാ പറയാം. ഡിക്ഷണറി ഒരു പുസ്തകമല്ലേ? ആ ഡിക്ഷണറിയിലെ ആ വാക്കിന്റെ അർത്ഥം നീ ഒന്ന് കണ്ടെത്തുന്ന അർത്ഥം. അപ്പൊ ഒരു പുസ്തകത്തിന്റെ ഉള്ളിൽ ഒരു കാര്യം വായിച്ച് അന്വേഷിച്ച് കണ്ടെത്തി കണ്ടുപിടിക്കാൻ എന്താ പറയാ? ലുക്ക് അപ്പ്, ലുക്ക് അപ്പ്. അടുത്ത കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ അർത്ഥം ക്യാൻസൽ, ക്യാൻസൽ, ക്യാൻസൽ. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്യാൻസൽ. ഓക്കെ. ഓക്കെ. അടുത്ത കോൾ അപ്പ് എന്ന് പറഞ്ഞ അർത്ഥം. കോൾ അപ്പ് എന്ന് പറഞ്ഞ അർത്ഥം ഓർമ്മിക്കുക, ഓർമ്മിക്കുക. റീകളക്ട്, റീകളക്ട്. ഓക്കെ. അടുത്ത ഗെറ്റ് ത്രൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗെറ്റ് ത്രൂ എന്ന് പറഞ്ഞ അർത്ഥം പാസ് ആവുക കേട്ടോ. യു വിൽ ഗെറ്റ് ത്രൂ ദ എക്സാം എന്ന് പറഞ്ഞു, പരീക്ഷ പാസ്സാകും. അടുത്ത ദ ബോംബ് വിൽ ഡാഷ് സൂൺ. അല്ലെ? ഉടനെ ആ ബോംബ് പൊട്ടിത്തെറിക്കും, എക്സ്പ്ലോഡ് ചെയ്യും. എക്സ്പ്ലോഡ് എന്നറിയപ്പെടുന്ന പൊട്ടിത്തെറിക്കുക എന്ന അർത്ഥം വരുന്ന ഒരു ഫ്രേസൽ വെർബ് താഴ്ത്തുണ്ടാരാ? ഗോ ഓഫ്, ഗോ ഓഫ്. ഓക്കെ. അപ്പൊ PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള കുറച്ച് ഫ്രേസൽ വെർബുകളാണ്. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള കുറച്ച് ഫ്രേസൽ വെർബുകളാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഓക്കെ. ഇനി അടുത്ത റിലേറ്റീവ് പ്രൊനൗൺ പറയാൻ പോകുന്നു കേട്ടോ. റിലേറ്റീവ് പ്രൊനൗണിന്റെ ഭാഗത്തുള്ള കുറെ ചോദ്യങ്ങൾ പറയാൻ പോകുന്നു കേട്ടോ. ശരി. ഓക്കെ. ദിസ് ഈസ് ദ പ്ലേസ് ഡാഷ് ഐ ലിവ്. നോക്ക്, ഡാഷിന് തൊട്ട് മുമ്പ് ദ പ്ലേസ് എന്ന് കണ്ടാൽ ഡാഷ്. അപ്പൊ എന്താ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഹൂ, ഹൂം, ഹൂസ്, വിച്ച്, ദാറ്റ്, വേർ. ഹൂ, ഹൂം, ഹൂസ്, വിച്ച്, ദാറ്റ്, വേർ. ഈ 6 വാക്കുകളിൽ ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾ ഒരു ഇംഗ്ലീഷിൽ ഒരു സെന്റൻസിന്റെ ഇടയിൽ കണ്ടാൽ അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണിത് റിലേറ്റീവ് പ്രൊനൗൺ. ഓക്കെ. ശരി. ഒന്നാമത്തെ ദിസ് ഈസ് ദ പ്ലേസ് ഡാഷ് ഐ ലിവ്. ഡാഷിന് തൊട്ട് മുമ്പ് ദ പ്ലേസ് കണ്ടാൽ ഉറപ്പിച്ചാൽ അവിടെ വേറെ ചേർക്കുക. എന്താ ചേർക്കുക? വേർ. ദിസ് ഈസ് ദ പ്ലേസ്, വേർ. അടുത്ത ദ പോസ്റ്റ്മാൻ ഡാഷ് lives in the village is very old. അപ്പൊ ഡാഷിന് തൊട്ട് മുമ്പ് നോക്കുക പോസ്റ്റ്മാൻ, അതൊരു വ്യക്തി. ഞാൻ ഡാഷ് കഴിഞ്ഞോടെ അടുത്ത വാക്ക് ലീവ്സ്. ലീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? താമസിക്കുക. അതൊരു മെയിൻ വെർബാണ്, മെയിൻ വെർബാണ്. കണ്ടോ നിങ്ങൾ?
അപ്പൊ ഡാഷിന് തൊട്ട് മുമ്പ് വ്യക്തി, ഇനി ഡാഷ് കഴിഞ്ഞ ഉടനെ അടുത്ത വാക്ക് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ്. ഡാഷിന് തൊട്ട് മുമ്പ് വ്യക്തി, ഇനി ഡാഷ് കഴിഞ്ഞ ഉടനെ അടുത്ത വാക്ക് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് കണ്ടാൽ അവിടെ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രൊനൗൺ ഹു അല്ലെങ്കിൽ ദാറ്റ്. ഇത് രണ്ടും ശരിയാണ്. ഹു അല്ലെങ്കിൽ ദാറ്റ് ഇത് രണ്ടും ശരിയാണ്. ഇത് രണ്ടും ചോയ്സിൽ വന്നാൽ ഹു ആണ് ബബിൾ ചെയ്യേണ്ടത്, മറക്കരുത് കേട്ടോ. ഹു ഇല്ലെങ്കിൽ ദാറ്റ് ആ ബബിൾ ചെയ്യേണ്ടത്. ഓക്കെ. അടുത്ത പപ്പി, ദ പപ്പി ഡാഷ് ഐ റെസ്ക്യൂഡ് വാസ് ബ്ലാക്ക് വൺ. നോക്കൂ, ഡാഷിന് തൊട്ട് മുമ്പ് പപ്പി അതൊരു ആനിമൽ, മൃഗമാണ്, പട്ടിക്കുട്ടി എന്നർത്ഥം അല്ലെ. അപ്പൊ ഡാഷിന് തൊട്ട് മുമ്പ് ഒരു മൃഗം അല്ലെങ്കിൽ ഒരു വസ്തു, മൃഗം അല്ലെങ്കിൽ വസ്തു കൊണ്ടാൽ അവിടെ വിച്ച് അല്ലെങ്കിൽ ദാറ്റ്, വിച്ച് അല്ലെങ്കിൽ ദാറ്റ് രണ്ടും ശരിയാ. ഇത് രണ്ടും ചോയ്സ് ഉണ്ടെങ്കിൽ വിച്ച് നിങ്ങൾ ബബിൾ ചെയ്യണം, വിച്ച് ഇല്ലെങ്കിൽ ദാറ്റ് ബബിൾ ചെയ്യണം കേട്ടോ. അടുത്ത ദ ബുക്ക് ഓൺ ഡാഷ് ദ ഫിലിം ഈസ് ബേസ്ഡ് വാസ് റിട്ടൺ ബൈ ആൻ ഇന്ത്യൻ. ഇതാണ് ചോദ്യം. അപ്പൊ ഡാഷിന് തൊട്ട് ബ്ലാങ്കിന് തൊട്ട് മുമ്പ് ഓൺ എന്നറിയപ്പെടുന്ന ഒരു പ്രിപ്പോസിഷൻ ഉണ്ട്. ആ പ്രിപ്പോസിഷന് തൊട്ട് മുമ്പ് ബുക്ക് എന്നറിയപ്പെടുന്ന ഒരു വസ്തു ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഡാഷിന് തൊട്ട് മുമ്പ് പ്രിപ്പോസിഷൻ, പ്രിപ്പോസിഷന് തൊട്ട് മുമ്പ് മൃഗം അല്ലെങ്കിൽ വസ്തു. ഡാഷിന് തൊട്ട് മുമ്പ് പ്രിപ്പോസിഷൻ, പ്രിപ്പോസിഷൻ തൊട്ട് മുമ്പ് മൃഗം അല്ലെങ്കിൽ വസ്തു കണ്ടാൽ അവിടെ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രൊനൗൺ വിച്ച്, വിച്ച്, വിച്ച് ആണ്, മറക്കരുത് കേട്ടോ. അപ്പൊ ഷീ വാണ്ട്സ് ടു ഇന്റർവ്യൂ ദ പെയിന്റർ ഡാഷ് ഹാസ് പെയിന്റഡ് ദ പിക്ചർ. ഇതാണ് ചോദ്യം അല്ലെ. അപ്പൊ ഡാഷിന് തൊട്ട് മുമ്പ് നോക്കുക ഒരു വ്യക്തി, ഡാഷിന് തൊട്ട് മുമ്പ് നോക്കുക ഒരു വ്യക്തി വരും, ഈ ഡാഷ് കഴിഞ്ഞുടനെ അടുത്ത വാക്ക് ഓക്സിലറി വെർബ്. ഡാഷിന് തൊട്ട് മുമ്പ് വ്യക്തി, ഈ ഡാഷ് കഴിഞ്ഞുടനെ അടുത്ത വാക്ക് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് വന്നാൽ അവിടെ എന്താ ഉപയോഗിക്കുക, ഹു അല്ലെങ്കിൽ ദാറ്റ്. ഇത് രണ്ടും ശരിയാ. ഇത് രണ്ടും ചോയ്സ് ഉണ്ടെങ്കിൽ ഹു ശരി, ഹു ഇല്ലെങ്കിൽ ദാറ്റ് ശരി കേട്ടോ. അപ്പൊ ഡാഷ് തൊട്ട് മുമ്പ് പെയിന്റർ എന്നറിയപ്പെടുന്ന വ്യക്തി ഉണ്ട്, ഡാഷ് കഴിഞ്ഞുടനെ ഓക്സിലറി വെർബ് ഉണ്ട് ഹാസ്. അപ്പൊ ഹു അല്ലെങ്കിൽ ദാറ്റ് രണ്ടും ശരിയാ. ഇത് രണ്ടും ചോയ്സ് ഉണ്ടെങ്കിൽ ഹു ആണ് ശരി, ഹു ഇല്ലെങ്കിൽ ദാറ്റ്. അടുത്ത മാൻ ഈസ് ദ ഓൺലി ആനിമൽ ഡാഷ് ക്യാൻ സ്പീക്ക്. അപ്പൊ ഡാഷിന് മുമ്പ് എവിടെയെങ്കിലും നോക്കൂ ഓൺലി എന്നൊരു പദം ഉണ്ട് കണ്ടോ നിങ്ങൾ. അപ്പൊ ഡാഷിന് മുമ്പ് എവിടെയെങ്കിലും ഓൺലി എന്നുള്ള പദം കണ്ടാൽ പിന്നീട് മനുഷ്യനാണോ മൃഗമാണോ ജീവനുണ്ടോ ജീവനില്ല ഒന്നും നോക്കണ്ട, അവിടെ ദാറ്റ വരും. എന്താ വരിക, ദാറ്റ്. അടുത്ത ദിസ് ഈസ് ദ പോസ്റ്റ്മാൻ ഡാഷ് പേഴ്സ് വാസ് ലോസ്റ്റ് ഇൻ ദ ബസ്. ഇതാണ് ചോദ്യം അല്ലേ. അപ്പൊ ഡാഷിന് തൊട്ട് മുമ്പ് ഒരു വ്യക്തി ഉണ്ട്, പോസ്റ്റ്മാൻ വ്യക്തിയാണ് അല്ലെ. ദിസ് ഈസ് ദ മാൻ, മാൻ അല്ലെ, ദിസ് ഈസ് ദ മാൻ ആണ് ചോദ്യം അല്ലെ, പോസ്റ്റ്മാൻ അല്ല മാൻ. ദിസ് ഈസ് ദ മാൻ, ഡാഷ് തൊട്ട് മുമ്പ് വ്യക്തി വന്നിട്ടുണ്ട്, ഡാഷ് കഴിഞ്ഞുകൊണ്ട് അടുത്ത വാക്ക് ഒരു നോക്കൂ പേഴ്സ് എന്നറിയപ്പെടുന്ന നൗൺ ആണ്. നൗൺ, നൗൺ അതൊരു വസ്തുവിന്റെ പേരല്ല, പേഴ്സ് നൗൺ ആണ്. ആ നൗൺ കഴിഞ്ഞുകൊണ്ട് വാസ് എന്നറിയപ്പെടുന്ന ഓക്സിലറി വെർബ് ഉണ്ട് കണ്ടോ നിങ്ങൾ, വാസ് എന്നറിയപ്പെടുന്ന ഓക്സിലറി വെർബ്. അപ്പൊ ഡാഷിന് തൊട്ട് മുമ്പ് ഒരു വ്യക്തി, ഡാഷ് കഴിഞ്ഞുടനെ അടുത്ത വാക്ക് നൗൺ വരും, ആ നൗൺ കഴിഞ്ഞുടനെ ഒരു ഓക്സിലറി വെർബ് വരും. ഡാഷിന് തൊട്ട് മുമ്പ് വ്യക്തി, ഡാഷ് കഴിഞ്ഞുടനെ അടുത്ത വാക്ക് നൗൺ, ആ നൗൺ കഴിഞ്ഞുടനെ അടുത്ത വാക്ക് ഓക്സിലറി വെർബ് ആണെങ്കിൽ അവിടെ ഒറ്റ റിലേറ്റീവ് പ്രൊനൗൺ മാത്രമേ സ്ഥാനമുള്ളൂ. ആരാ, ഹൂസ് ആണ് ശരി. എന്താ വരിക, ഹൂസ്. അടുത്ത ഹി ഈസ് എ പേഴ്സൺ ഡാഷ് ഐ ലവ്. നോക്കൂ, ഡാഷിന് തൊട്ട് മുമ്പ് വ്യക്തി, ഡാഷ് കഴിഞ്ഞുടനെ അടുത്ത വാക്ക് ഐ എന്നുള്ളൊരു പദം ഉണ്ട് കണ്ടോ നിങ്ങൾ. അപ്പൊ ഡാഷിന് തൊട്ട് മുമ്പ് വ്യക്തി വരികയും ഡാഷ് കഴിഞ്ഞുടനെ അടുത്ത വാക്ക് ഐ യു ദേ വി ഹി ഷി. ഇതിൽ ആരെങ്കിലും ഒരാളുണ്ടോ നോക്കുക. ഡാഷിന് തൊട്ട് മുമ്പ് വ്യക്തി, ഡാഷ് കഴിഞ്ഞുടനെ അടുത്ത വാക്ക് ഐ യു ദേ വി ഹി ഷി. ഇതിൽ ആരെങ്കിലും ഒരാളുണ്ടോ നോക്കുക. അവിടെ ഉണ്ടോ, ഐ ഉണ്ട്. അങ്ങനെ കണ്ടാൽ അവിടെ ഹൂം, ഹൂം, ഹൂം ആണ് ശരി, മറക്കരുത് കേട്ടോ. അടുത്ത മൈ ഫാദർ ഈസ് എ മാൻ ഡാഷ് എവരിബഡി റെസ്പെക്ട്സ്. നോക്കൂ, ഡാഷ് തൊട്ട് മുമ്പ് വ്യക്തി, ഡാഷ് കഴിഞ്ഞുടനെ അടുത്ത വാക്ക് എവരിബഡി എന്നുള്ള വാക്കാണ് കണ്ടോ നിങ്ങൾ. അപ്പൊ ഡാഷിന് തൊട്ട് മുമ്പ് വ്യക്തി വരും, ഡാഷ് കഴിഞ്ഞുടനെ അടുത്ത വാക്ക് ഐ യു ദേ വി ഹി ഷി. ഇതിൽ ആരെങ്കിലും ഒരാൾ വരും, അല്ലെങ്കിൽ ഓൾ അല്ലെങ്കിൽ എവരിവൺ അല്ലെങ്കിൽ എവരിബഡി, ഓൾ അല്ലെങ്കിൽ എവരിവൺ അല്ലെങ്കിൽ എവരിബഡി. ഇതും കൂടി ഉണ്ട് കേട്ടോ, ഇവിടെ എവരിബഡി വന്നിട്ടുണ്ട്. അങ്ങനെ വന്നാലും അവിടെ ഹൂം, ഹൂം, ഹൂം ആണ് ചേർക്കേണ്ടത്, മറക്കരുത് കേട്ടോ. അടുത്ത് ഹി ഈസ് ദ പേഴ്സൺ ഡാഷ് വി ആർ വെയിറ്റിംഗ് ഫോർ. നോക്കൂ, ഡാഷിന് തൊട്ട് മുമ്പ് ഒരു വ്യക്തി വന്നിട്ടുണ്ട്, ഇനി ഡാഷ് കഴിഞ്ഞ വി ഉണ്ട് ശരിയാ. പക്ഷെ ആ ചോദ്യത്തിന് അവസാനം ഒരാളുണ്ട്, ആരോ നിങ്ങൾ കണ്ടോ, ഫോർ ഒരു പ്രിപ്പോസിഷൻ ആണത്. ആരാ, പ്രിപ്പോസിഷൻ. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഡാഷിന് തൊട്ട് മുമ്പ് വ്യക്തി, ഇനി ആ ചോദ്യത്തിന്റെ അവസാനം പ്രിപ്പോസിഷൻ നിങ്ങൾ കണ്ടാൽ പിന്നെ ഒന്നും നോക്കണ്ട, അവിടെ ഹൂം ആണ് ചേർക്കുക. എന്താ ചേർക്കുക, ഹൂം. ഡാഷിന് തൊട്ട് മുമ്പ് വ്യക്തി, ഇനി ആ ചോദ്യത്തിന്റെ അവസാനം പ്രിപ്പോസിഷൻ കണ്ട അവിടെ എന്താ ചേർക്കുക, ഹൂം. പിന്നെ ഒന്നും നോക്കണ്ട, ഹൂമേ വരുള്ളൂ കേട്ടോ, മറക്കരുത് കേട്ടോ. അടുത്ത ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്പീക്കേഴ്സ് ഡാഷ് ആർ അവൈലബിൾ ഇൻ അവർ ലൊക്കാലിറ്റി. അപ്പോൾ ഡാഷിന് മുമ്പ് ദ ബെസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി വേർഡ് നിങ്ങൾ കണ്ടോ. അപ്പൊ ഡാഷിന് മുമ്പ് എവിടെയെങ്കിലും സൂപ്പർലേറ്റീവ് ഡിഗ്രി വേർഡ് നിങ്ങൾ കണ്ടാൽ പിന്നീട് ഒന്നും നോക്കണ്ട, അവിടെ ദാറ്റ്, ദാറ്റ്, ദാറ്റ് ആണ് ചേർക്കുക. എന്താ ചേർക്കുക, ദാറ്റ്. അടുത്ത ഷീല ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഡാഷ് ഐ ഹാവ് എവർ സീൻ. അപ്പൊ ഇവിടെ നോക്കൂ, ഡാഷിന് മുമ്പ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നറിയപ്പെടുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രി വേർഡ് ഉണ്ട്. അപ്പൊ ഡാഷിന് മുമ്പ് എവിടെയെങ്കിലും സൂപ്പർലേറ്റീവ് ഡിഗ്രി വേർഡ് നിങ്ങൾ കണ്ടാൽ അവിടെ എന്താ ചേർക്കുക, ദാറ്റ് ആണ് ചേർക്കുക, മറക്കരുത് കേട്ടോ. അടുത്ത മേരി ഡാഷ് ഐ മെറ്റ് യെസ്റ്റർഡേ കോൾഡ് മീ ബാക്ക്. ഇതാണ് ചോദ്യം അല്ലേ. അപ്പൊ നോക്കുക മേരി ഡാഷ് ഐ മെറ്റ് യെസ്റ്റർഡേ കോൾഡ് മീ ബാക്ക്. അപ്പൊ ഡാഷിന് തൊട്ട് മുമ്പ് മേരി ഒരു വ്യക്തിയാണ്, ഇനി ഡാഷ് കഴിഞ്ഞുടനെ ഐ എന്നറിയപ്പെടുന്ന ഒരു പദം ഉണ്ട്. അപ്പൊ ഡാഷിന് തൊട്ട് മുമ്പ് വ്യക്തി, ഇനി ഡാഷ് കഴിഞ്ഞുടനെ ഐ യു ദേ വി ഹി ഷി. ഇതിൽ ആരെങ്കിലും ഒരാൾ വരണം.
അല്ലെങ്കിൽ all everyone അല്ലെങ്കിൽ everybody ഇതിൽ ആരെങ്കിലും ഒരാൾ വരണം. അതിന്റെ ഒപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ആ ചോദ്യത്തിന് അവസാനം ഒരിക്കലും പ്രിപ്പോസിഷൻ വരാൻ പാടില്ല. അപ്പൊ ഡാഷിന് തൊട്ട് മുമ്പ് വ്യക്തി അവസാനം പ്രിപ്പോസിഷൻ വന്നാൽ അവിടെ ഹു ആണ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഇവിടെ ഡാഷിന് തൊട്ട് മുമ്പ് ഒരു വ്യക്തി വന്നിട്ടുണ്ട്, ഡാഷ് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് ഐ യു ദേ വി ഹി ഷി ഇതിൽ ആരെങ്കിലും ഒരാൾ വരാം, അല്ലെങ്കിൽ all അല്ലെങ്കിൽ everyone അല്ലെങ്കിൽ everybody ഇതിൽ ആരെങ്കിലും ഒരാൾ വരണം. ഇവിടെ ഐ വന്നിട്ടുണ്ട്, അപ്പൊ ഒന്നും നോക്കണ്ട, അവിടെ whom ആണ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. അടുത്ത ഷീ ഈസ് ദ വുമൺ ഡാഷ് ഹസ്ബൻഡ് ഈസ് എ ഡോക്ടർ. നമുക്ക് ഡാഷ് തൊട്ട് മുമ്പ് വുമൺ അതൊരു വ്യക്തിയാണ് അല്ലെ. ഈ ഡാഷ് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് ഹസ്ബൻഡ് അതൊരു നൗൺ ആണ്, അതൊരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന പദമല്ലേ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും. അപ്പൊ ഡാഷ് തൊട്ടുമ്പോ വ്യക്തി, ഡാഷ് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് ഒരു നൗൺ, ആ നൗൺ കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് ഓക്സിലറി വെർബ്. മനസ്സിലായോ? അപ്പൊ ഡാഷ് തൊട്ടുമ്പോ വ്യക്തി, ഡാഷ് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് നൗൺ, ആ നൗൺ കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് ഓക്സിലറി വെർബ് വന്നാൽ അവിടെ ഉപയോഗിക്കുന്ന റിലേറ്റഡ് പ്രോണൗൺ എന്താ? ഹൂസ് ആണ് ചേർക്കുക കേട്ടോ, മറക്കരുത് കേട്ടോ. അടുത്ത ദിസ് ഈസ് മൈ സിസ്റ്റർ ഡാഷ് ഈസ് എ ഡോക്ടർ ഇതാണ് ചോദ്യം. അപ്പോൾ ഡാഷ് തൊട്ടുമ്പ് വ്യക്തി വന്നിട്ടുണ്ട് അല്ലെ. ഈ ഡാഷ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വാക്ക് ഈസ് ആണ്, അതൊരു ഓക്സിലറി വെർബ് ആണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ഡാഷ് തൊട്ടുമ്പോ വ്യക്തി, ഡാഷ് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് വന്നാൽ അവിടെ എന്താ ഉപയോഗിക്കുക? ഹു അല്ലെങ്കിൽ ദാറ്റ്. ഇത് രണ്ട് ശരി, രണ്ട് ചോയ്സ് ഉണ്ടെങ്കിൽ ഹു ആണ് ശരി, ഹു ഇല്ലെങ്കിൽ ദാറ്റ് ആണ് ശരി. ഓക്കെ, അപ്പൊ റിലേറ്റീവ് പ്രോണൗണിലെ കുറെ ചോദ്യങ്ങൾ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തു കേട്ടോ. ഓക്കെ ശരി, ഇനി കോങ്കേർഡിലെ കുറെ കാര്യങ്ങൾ പറയാൻ പോകുന്നു കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ ചോദ്യം, ദ പ്രിൻസിപ്പൽ ആൻഡ് ദ മാനേജർ ഡാഷ് ആബ്സെന്റ് ടുഡേ. നോക്കൂ, പ്രിൻസിപ്പൽ ഒരു നൗണ്, മാനേജർ വേറൊരു നൗണ്, രണ്ടിനും എന്ത് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്? ആൻഡ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പളിന് തൊട്ടുമ്പോ ദ എന്നറിയപ്പെടുന്ന ഒരു പദം ഉണ്ട് കണ്ടോ. ആ ദ എന്നുള്ള വാക്കിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? ആർട്ടിക്കിൾ. ആ ദ എന്ന ആർട്ടിക്കിൾ എന്തിനു മുമ്പ് ആവർത്തിച്ചിട്ടുണ്ട്? മാനേജറിന് മുമ്പ് ആവർത്തിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പൊ രണ്ട് നൗണുകളെ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യും. രണ്ട് നൗണുകൾക്ക് മുമ്പും ആർട്ടിക്കിൾ, എന്താ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എ ആൻഡ് ദ, ഈ മൂന്ന് വാക്കുകൾക്ക് ഇംഗ്ലീഷ് എന്ത് വിളിക്കുക? ആർട്ടിക്കിൾസ്. അപ്പൊ രണ്ട് നൗണുകളെ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യും. രണ്ട് നൗണുകൾക്ക് മുമ്പ് ഒന്നില്ലെങ്കിൽ എ അല്ലെങ്കിൽ ആൻ അല്ലെങ്കിൽ ദ, ഇതിൽ ആരെങ്കിലും ഒരാൾ ആവർത്തിച്ചിരണം. ഇവിടെ ആവർത്തിച്ചു വന്നിട്ടുണ്ടോ? ദ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഓർപ്പിച്ചോളൂ, ഇവിടെ രണ്ട് പേരുണ്ട്, സബ്ജക്ട് പ്ലൂറൽ ആണ്, അതുകൊണ്ട് അതിനുശേഷം വരേണ്ട വെർബ് എന്താകണം? പ്ലൂറൽ ആകണം. ഓക്കെ ശരി, അപ്പോ ആൻസർ ഒന്നില്ലെങ്കിൽ ആറ് അല്ലെങ്കിൽ വേർ, ഇതിൽ ആരോ ഒരാളാണ് ശരി. നോക്കൂ, ഈ ചോദ്യത്തിന് അവസാനം ടുഡേ എന്നുള്ള ഒരു പദം ഉണ്ട് കണ്ടോ നിങ്ങൾ. അത് ഇന്നത്തെ കാര്യം പറയുന്നത്, ഇന്നത്തെ കാര്യം പറയുന്നത്. അപ്പൊ പ്രസന്റ് ആണല്ലേ, അപ്പൊ എന്താ വരിക? ആറാണ് ശരി, മറക്കരുത് കേട്ടോ. അടുത്ത ദ പ്രിൻസിപ്പൽ ആൻഡ് മാനേജർ ഡാഷ് ആബ്സെന്റ് ടുഡേ. നമുക്ക് പ്രിൻസിപ്പൽ ഒരു നൗണ്, മാനേജർ നൗണ്, രണ്ടിനും ആൻഡ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പളിന് മുമ്പ് ദ വന്നിട്ടുണ്ട്, അത് മാനേജറിന് ആവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ഒരാളേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിൻസിപ്പളും മാനേജറുമായ ആ വ്യക്തി ഇന്ന് ക്ലാസ്സിൽ നിന്നും ആബ്സെന്റ് ആണ്. ഇവിടെ ഒറ്റ ആളേ ഉള്ളൂ, ആവർത്തിച്ചിട്ടില്ല, ആർട്ടിക്കിൾ ആവർത്തിച്ചിട്ടില്ല, ഒരാളേ ഉള്ളൂ. അപ്പൊ ഇവിടെ സബ്ജക്ട് സിംഗുലർ ആണ്, അപ്പൊ വെർബ് എന്താകണം? സിംഗുലർ ആണ്. അപ്പൊ ഒന്നിലെ ഈസ് അല്ലെങ്കിൽ വാസ് അല്ലെ. അപ്പൊ നോക്കൂ, ഇവിടെ ടുഡേ എന്നുള്ളൊരു പദം ഉണ്ട്, അപ്പൊ ഇന്നത്തെ കാര്യം പറയുന്നത് പ്രസന്റ് ആണ്. അപ്പൊ എന്താ വരിക? ഈ വാസ് വരില്ല, ഈസ് ആണ് ശരി. അടുത്ത വൺ ഓഫ് മൈ കസിൻസ് ഡാഷ് മാരീഡ് ഇതാണ് ചോദ്യം അല്ലെ. ഓക്കെ, വൺ ഓഫ് മൈ കസിൻസ് ഡാഷ് മാരീഡ്. ഓക്കെ, അപ്പൊ ഒരു ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഒരു ചോദ്യം വൺ ഓഫ് കൊണ്ട് തുടങ്ങിയാൽ അതിനുശേഷം ഉപയോഗിക്കണം നൗൺ പ്ലൂറലും വെർബ് സിംഗുലറും ആയിരിക്കണം. നൗൺ പ്ലൂറലും വെർബ് സിംഗുലറും ആയിരിക്കണം. ഓക്കെ, അപ്പൊ മൈ കസിൻസ് എന്നറിയപ്പെടുന്ന നൗൺ അത് പ്ലൂറലാണ്. അതിനുശേഷം ഉപയോഗിക്കേണ്ട വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ചോയ്സിൽ സിംഗുലർ വെർബ് ആരാ? ഈസ്, അതാണ് ശരി അല്ലെ. അടുത്ത് നൈദർ ഓഫ് ദം ആണ് കേട്ടോ, അത് നൈദർ ഓഫ് ദം ആണ്, ദെൻ അല്ല, ദം ആണ്. നൈദർ ഓഫ് ദം ഡാഷ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി. നൈദർ ഓഫ് കണ്ടാൽ അതിനെ ഉപയോഗിക്കുന്ന നൗൺ പ്ലൂറലും വെർബ് സിംഗുലർ ആയിരിക്കണം. ഇവിടെ ദം ആണത്, ദെൻ അല്ല കേട്ടോ, ദം പ്ലൂറൽ ആണ്. ഇനി അതിനെ ഉപയോഗിക്കുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ചോയ്സിൽ സിംഗുലർ വെർബ് ആരാ? വാസ് ആണ് ശരി കേട്ടോ. അടുത്ത് നൈദർ മൈ ബ്രദർ നോർ മൈ പാരന്റ്സ് ഡാഷ് ദ പാർട്ടി ഇതാണ് ചോദ്യം അല്ലേ. അപ്പൊ രണ്ട് നൗണുകളെ നൈദർ നോർ അല്ലെങ്കിൽ ഐദർ ഓർ വെച്ച് കണക്ട് ചെയ്താൽ, രണ്ട് നൗണുകളെ നൈദർ നോർ അല്ലെങ്കിൽ ഐദർ ഓർ ഉപയോഗിച്ച് കണക്ട് ചെയ്താൽ ശ്രദ്ധിക്കണം, അവിടെ രണ്ടാമത്തെ ആളാണ് സബ്ജക്ട്. രണ്ടാമത്തെ ആളാരാ? മൈ പാരന്റ്സ് ആണ് അല്ലെ. മൈ ഫാദർ അല്ല, മൈ ഫാദർ ആണെങ്കിൽ ഒരാൾ, മൈ മദർ ആണെങ്കിൽ ഒരാൾ, ഇവിടെ മൈ പാരന്റ്സ് ആണ്, എന്റെ മാതാപിതാക്കൾ. അപ്പൊ അച്ഛനും അമ്മയും രണ്ട് പേരുണ്ട് അല്ലെ. അപ്പൊ സബ്ജക്ട് ഇവിടെ പ്ലൂറൽ ആണ്. അപ്പൊ അതിന് ഉപയോഗിക്കേണ്ട വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം അല്ലെ. ഓക്കെ, അപ്പൊ ആരാ താഴത്തെ പ്ലൂറൽ വെർബ് ആരാ? ഹാവ് കം ആണ് ശരി. അടുത്ത 50 rupees ഡാഷ് വാട്ട് ഐ ആസ്ക് യു നൗ ഇതാണ് ചോദ്യം അല്ലെ. അപ്പൊ 50 rupees പറഞ്ഞാൽ എന്താ? അതൊരു എമൗണ്ട് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഒരു ഹൈറ്റ്, ഒരു വെയിറ്റ്, ഒരു ഡിസ്റ്റൻസ്, ഒരു എമൗണ്ട് കണ്ടാൽ അത് എപ്പോഴും സിംഗുലർ ആയിരിക്കും. അതുകൊണ്ട് അതിന് ഉപയോഗിക്കേണ്ട വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഹൈറ്റ്, വെയിറ്റ്, ഡിസ്റ്റൻസ്, എമൗണ്ട് കണ്ടാൽ അത് എപ്പോഴും സിംഗുലർ ആയിരിക്കും. അതുകൊണ്ട് അതിന് ഉപയോഗിക്കേണ്ട വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പൊ ചോയ്സിൽ സിംഗുലർ വെർബ് ആരാ? ഈസ് ആണ് ശരി അല്ലെ. അടുത്ത ദ ഹൗസ് വിത്ത് ഇറ്റ്സ് കോണ്ടന്റ്സ് ഡാഷ് ഇൻഷുർഡ് ഇതാണ് ചോദ്യം. ദ ഹൗസ് വിത്ത് ഇറ്റ്സ് കോണ്ടന്റ്സ് ഡാഷ് ഇൻഷുർഡ്. അപ്പൊ നോക്കൂ, ഇവിടെ ഹൗസ് ഒരു നൗണ്, ഇറ്റ്സ് കോണ്ടന്റ്സ് അത് വേറൊരു നൗണ്. രണ്ടിനും എന്ത് വെച്ചാൽ കണക്ട് ചെയ്തിട്ട്? വിത്ത് വെച്ചാ. അപ്പൊ രണ്ട് നൗണുകളെ വിത്ത് വെച്ച് കണക്ട് ചെയ്താൽ ശ്രദ്ധിച്ചോളൂ, ആദ്യത്തെ ആളാണ് അവിടെ സബ്ജക്ട്. ആദ്യത്തെ ആളാണ് സബ്ജക്ട്, മറക്കരുത് കേട്ടോ. അവിടെ ആദ്യത്തെ ആളാരാ? ഹൗസ് ആണ്, അത് സിംഗുലർ ആണ്.
അപ്പൊ അതിന് ഉപയോഗിക്കേണ്ട വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പൊ ചോയ്സിന് സിംഗുലർ ആരാ? വാസ് ആണ് ശരി കേട്ടോ. അടുത്ത ഫൈൻഡ് ഔട്ട് ദ എറർ പാർട്ട്. നോക്കൂ ഇവിടെ ഒരു സെന്റൻസിലെ 4 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാ? വൺ ഓഫ് ദ വുമൺ in the city who won the award was my friend. ഇത് ശരിക്കും സെന്റൻസ് ഇങ്ങനെ വരിക, വൺ ഓഫ് ദ വുമൺ ഇൻ ദ സിറ്റി who won the award was my friend. ഇങ്ങനെയാണ് സെന്റൻസ്. വൺ ഓഫ് ദ വുമൺ ഇൻ ദ സിറ്റി who won the award was my friend. അതിൽ വൺ ഓഫ് ദ വുമൺ ആ ഭാഗത്തിന്റെ ഗ്രാമർ മിസ്റ്റേക്ക് ആ ഭാഗം ടിക്ക് ചെയ്യുക. ഇൻ ദ സിറ്റി ആ ഭാഗത്തിന്റെ ഗ്രാമർ മിസ്റ്റേക്ക് ആ ഭാഗം ടിക്ക് ചെയ്യുക. who won the award ആ ഭാഗത്തിന്റെ ഗ്രാമർ മിസ്റ്റേക്ക് ആ ഭാഗം ടിക്ക് ചെയ്യുക. ഇനി was my friend ആ ഭാഗത്തിന്റെ ഗ്രാമർ മിസ്റ്റേക്കിന്റെ ആ ഭാഗം ടിക്ക് ചെയ്യുക. ഓക്കെ ശരി. അപ്പൊ ഇതിൽ എവിടെയോ ഒരു തെറ്റുണ്ട്. അവിടെ എവിടെ തെറ്റ്? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു, വൺ ഓഫ് കൊണ്ട് ഒരു സെന്റൻസ് തുടങ്ങിയാൽ അതിനുശേഷം ഉപയോഗിക്കുന്ന നൗൺ പ്ലൂറലും വെർബ് സിംഗുലറും. നൗൺ പ്ലൂറലും വെർബ് സിംഗുലറും. ഇവിടെ വൺ ഓഫ് ദ വുമൺ ആണ്. വുമൺ സ്ത്രീ, സ്ത്രീ, സ്ത്രീ എന്ന് വരാൻ പാടില്ല, സ്ത്രീകൾ എന്ന് വരണം. വൺ ഓഫ് ദ വുമൺ എന്ന് പറഞ്ഞാൽ അല്ലെ, അത് അങ്ങനെ പറയാൻ പാടില്ല. വൺ ഓഫിന് ഉപയോഗിക്കുന്ന നൗൺ എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. വൺ ഓഫ് ദ വിമിൻ, വിമിൻ WOMEN, WOMEN അതാണ് ശരി കേട്ടോ, മറക്കരുത് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ഭാഗം തെറ്റാണ്. ഓക്കെ ശരി. അടുത്തത് ദ നമ്പർ ഓഫ് സോൾജേഴ്സ് കിൽഡ് ഇൻ ദ വാർ ഡാഷ് നോട്ട് ലാർജ്. ഇതാണ് ചോദ്യം അല്ലേ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോളൂ, ദ നമ്പർ ഓഫ് കണ്ടാൽ അതിനെ ഉപയോഗിക്കേണ്ട നൗൺ പ്ലൂറലും വെർബ് സിംഗുലർ ആയിരിക്കണം. ദ നമ്പർ ഓഫ് കണ്ടാൽ അതിനെ ഉപയോഗിക്കേണ്ട നൗൺ പ്ലൂറലും വെർബ് സിംഗുലർ ആയിരിക്കണം കേട്ടോ. അപ്പൊ സിംഗുലർ വെർബ് ആരാ? ഈസ്, അതാണ് ശരി. അടുത്ത ഫിസിക്സ് ഡാഷ് ബ്രാഞ്ച് ഓഫ് സയൻസ്. നോക്കൂ, ഫിസിക്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു സബ്ജക്റ്റിന്റെ പേരാണ്, ഒരു വിഷയമാണ് അല്ലെ. അപ്പൊ അത് സിംഗുലർ ആയിട്ട് വേണം പരിഗണിക്കാൻ. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ അത് എസ് അവസാനിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അത് ഒരു വിഷയത്തിന്റെ പേര്. എക്കണോമിക്സ്, ഫിസിക്സ്, പൊളിറ്റിക്സ് ഇതൊക്കെ എസ് അവസാനിച്ചിട്ടുണ്ട്. പക്ഷെ പ്ലൂറൽ ആക്കരുത്, കാരണം അത് ഒരു വിഷയമാണ്, ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ സിംഗുലർ ആണ്. അപ്പൊ അത് അതിന് ഉപയോഗിക്കേണ്ട വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഈസ് ആണ് ശരി അല്ലെ. ഇനി നോക്കൂ, ഇതൊരു സത്യമാണ് അല്ലെ. ഫിസിക്സ് സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ്, ശാഖയാണ്. ഇതൊരു സത്യം, ഇതൊരു ഫാക്ട് ആണ്. അപ്പൊ അതിനുശേഷം അത് എന്തായിരിക്കണം? പ്രസന്റ് ആയിരിക്കണം. അപ്പൊ എന്താ വരിക? ഈസ് ആണ് ശരി. അടുത്ത മെനി എ സ്റ്റുഡന്റ് ഡാഷ് ആബ്സെന്റ് ഫ്രം ക്ലാസ് യെസ്റ്റർഡേ. മെനി എന്നിഷ് ഉപയോഗിക്കുന്ന നൗൺ സിംഗുലർ ആയിരിക്കണം. മെനി എ കണ്ട അതിനുശേഷം ഉപയോഗിക്കുന്ന നൗൺ സിംഗുലറും വെർബും സിംഗുലർ ആയിരിക്കണം. വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഓക്കെ ശരി. ഇനി നോക്കി, യെസ്റ്റർഡേ എന്നുള്ളൊരു പദം ഉണ്ട് ഇവിടെ, കണ്ടോ നിങ്ങൾ? യെസ്റ്റർഡേ എന്നുള്ള പദം ഉണ്ട്. അപ്പൊ ഒന്നിൽ ഈസ് അല്ലെങ്കിൽ വാസ്. അപ്പൊ യെസ്റ്റർഡേ എന്നുള്ള പദം ഉണ്ട്. അപ്പൊ എന്താ വരിക? വാസ് അല്ലെങ്കിൽ ഈസ്. ഇതിലാരാ വരിക? ഈസ് വരും അല്ലെ. യെസ്റ്റർഡേ ഇന്നലത്തെ കാര്യം പറയുന്നത് വാസ് ആണ് ശരി അല്ലെ. അടുത്ത മോസ്റ്റ് ഓഫ് ദ ബനാനാസ് ഇൻ ദ ബാസ്കറ്റ് ഡാഷ് റൈപ്പൺ. അപ്പൊ മോസ്റ്റ് ഓഫ് കൊണ്ട് തുടങ്ങിയാൽ നോക്കണം, അതിനുശേഷം കൗണ്ടബിൾ നൗൺ ആണോ അൺകൗണ്ടബിൾ നൗൺ ആണോ വന്നിരിക്കുന്നത് നോക്കുക. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഇവിടെ ഒരു കൗണ്ടബിൾ നൗൺ ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ മോസ്റ്റ് ഓഫിന് ശേഷം ശ്രദ്ധിക്കണം, ഒരു കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ അതിന് ഉപയോഗിക്കേണ്ട വെർബ് പ്ലൂറലും, അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ അതിന് ഉപയോഗിക്കേണ്ട വെർബ് സിംഗുലർ ആയിരിക്കണം. ഇവിടെ കൗണ്ടബിൾ നൗൺ ആണ്, അപ്പൊ അതിന് ഉപയോഗിക്കേണ്ട വെർബ് പ്ലൂറൽ ആയിരിക്കണം. അപ്പൊ എന്താ വരിക? 6 ആണ് ശരിയല്ലേ. അടുത്ത നൈദർ ഓഫ് ദം ഡാഷ് ദ ആൻസർ. നൈദർ ഓഫ് ദം ഡാഷ് ദ ആൻസർ. അപ്പൊ നൈദർ ഓഫിന് ശേഷം ശ്രദ്ധിക്കണം, നൈദർ ഓഫിന് ശേഷം ഉപയോഗിക്കേണ്ട നൗൺ പ്ലൂറലും വെർബ് സിംഗുലർ ആയിരിക്കണം. നൈദർ ഓഫ് ദം ശരിയാണ്, അവിടെ തെറ്റില്ല. ഇനി അതിന് ശേഷം ഉപയോഗിക്കേണ്ട വെർബ് കണ്ടെത്താനാണ് നിങ്ങളോട് പറയാം, അത് സിംഗുലർ ആയിരിക്കണം. അപ്പൊ വാസ് നോയിങ്, ഈസ് നോയിങ്. ഇതിൽ എന്താ? വാസും ഈസ്. നോക്കൂ, ഈ നോയിങ് എന്നുള്ള പദം ഒരിക്കലും ING പറയരുത് കേട്ടോ. ഇപ്പൊ നോയിങ്, ഐ ആം നോയിങ് ദ ആൻസർ. ആരെങ്കിലും പറയോ ഐ ആം നോയിങ് ദ ആൻസർ എന്ന് പറയില്ല, ഐ നോ ദ ആൻസർ. അപ്പൊ നോ എന്നുള്ള പദം ഒരിക്കലും ING പറയാൻ പാടില്ല, മറക്കരുത്. അപ്പൊ വാസ് നോയിങ്, ഈസ് നോയിങ് തെറ്റാണ്. ഇനി ഒന്നില്ലെങ്കിൽ നോ അല്ലെങ്കിൽ നോസ്. ഇതിൽ സിംഗുലർ ആരാ? നോസ്. ഡെസ് ഫോം ആരാ? നോസ്. അതല്ല ശരി. നോ ഡു ഫോം ആണ്. ഡു ഫോം സബ്ജക്ട് പ്ലൂറൽ ആണ് ഉപയോഗിക്കുക, ഡെസ് ഫോം സബ്ജക്ട് സിംഗുലർ ആണ് ഉപയോഗിക്കുക. അടുത്ത ദ ബ്യൂട്ടി ഓഫ് 1000 മിനാരറ്റ്സ് ഡാഷ് എൻചാന്റിങ്. ഇതാണ് ചോദ്യം. നോക്കൂ, ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദ ബ്യൂട്ടി ഓഫ് 1000 മിനാരറ്റ്സ്, 1000 ഗോപുരങ്ങളുടെ ഭംഗി വളരെയധികം വശീകരിക്കുന്നുണ്ട്, അതാണ് അർത്ഥം. അപ്പൊ 1000 ഗോപുരം ഉണ്ടല്ലോ എന്ന് കരുതി പ്ലൂറൽ ആക്കരുത്, കാരണം ഇവിടെ സബ്ജക്ട് 1000 മിനാരറ്റ്സ് അല്ല, ബ്യൂട്ടി ആണ് ഇവിടെ സബ്ജക്ട്. 1000 ഗോപുരങ്ങളുടെ ഭംഗിയാണ് എല്ലാവരെയും വശീകരിക്കുന്നത്. 1000 ഗോപുരങ്ങളുടെ ഭംഗി അത് സിംഗുലർ ആണ്. അപ്പൊ അതിന് ഉപയോഗിക്കേണ്ട വെർബ് സിംഗുലർ ആയിരിക്കണം. അപ്പൊ എന്താ പറയുക? ഈസ് ആണ് ശരി കേട്ടോ. അടുത്ത പോലീസ് ഡാഷ് നോ ഐഡിയ. പോലീസ് പറഞ്ഞാൽ അത് എപ്പോഴും പ്ലൂറൽ ആണ്, അതുകൊണ്ട് അതിന് ഉപയോഗിക്കേണ്ട വെർബ് പ്ലൂറൽ ആകണം, മറക്കരുത് കേട്ടോ. ഹാവ് ആണ് ശരി. ഹാവ്. അടുത്തത് റാണി ആസ് വെൽ ആസ് ഹെർ ഫ്രണ്ട്സ് ഡാഷ് വൺ എ പ്രൈസ്. ഇതാണ് ചോദ്യം. റാണി ആസ് വെൽ ആസ് ഹെർ ഫ്രണ്ട്സ്. അപ്പൊ രണ്ട് നൗണുകളെ ആസ് വെൽ ആസ് വെച്ച് കണക്ട് ചെയ്താൽ അത് ഒന്നാമത്തെ ആളാണ് അവിടെ സബ്ജക്ട്. ഒന്നാമത്തെ ആളാരാ? റാണി. അതാണ് ഇവിടെ സബ്ജക്ട്. ഓക്കെ റാണിയാണ് ഇവിടെ സബ്ജക്ട്, മറക്കരുത് കേട്ടോ. ഓക്കെ അപ്പൊ അതിന് റാണി സിംഗുലർ അല്ലേ, അപ്പൊ അതിന് ഉപയോഗിക്കേണ്ട വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പൊ എന്താ വരിക? യെസ്, ഹാസ് ആണ് ശരി. അടുത്ത അതേപോലെ നോക്കൂ, ടീച്ചർ ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ് ഡാഷ് ഗോയിങ് ടു ദ തിയേറ്റർ. നോക്കൂ, രണ്ട് നൗണുകളെ ഇവിടെ ആസ് വെൽ ആസ് വെച്ച് കണക്ട് ചെയ്ത്, അപ്പൊ സബ്ജക്ട് ആരാ? ടീച്ചർ ആണ്. ടീച്ചർ സിംഗുലർ അല്ലേ, അപ്പൊ അതിന് ഉപയോഗിക്കേണ്ട വെർബ് സിംഗുലർ ആയിരിക്കും. അപ്പൊ എന്താ പറയുക? ഈസ് അല്ലേ. ഓക്കെ അപ്പൊ ഇതാണ് കോങ്കോഡ് കേട്ടോ. കോങ്കോഡിലെ കുറെ കാര്യങ്ങൾ ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ ഈ ഹാഡ് ബെറ്റർ നിങ്ങൾക്ക് സിലബസിൽ പഠിക്കേണ്ട ഒരു ഭാഗമാണ്, അതാണ് പറയാൻ പോകുന്നത് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ഹാഡ് ബെറ്റർ കണ്ടാൽ സിമ്പിൾ ആണ്, അതിന് ഉപയോഗിക്കേണ്ട വെർബ് V1 ആയിരിക്കും കേട്ടോ. ഓക്കെ ഹാഡ് ബെറ്റർ കണ്ടാൽ എന്താ ഉപയോഗിക്കേണ്ടത്? V1. ഓക്കെ
നോക്കുക, യു ഹാഡ് ബെറ്റർ ഡാഷ് എ ഡോക്ടർ. ചോയ്സിൽ V1 ആരാ? യെസ്, ടു കൺസൾട്ട് V1 ആണോ? ഇല്ല. V1 എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ആരംഭിക്കാൻ പാടില്ല. കൺസൾട്ടഡ് V1 ആണോ? ഇല്ല. V1 എന്ന് പറഞ്ഞാൽ ED വരെ അവസാനിപ്പിക്കാൻ പാടില്ല. ഇനി കൺസൾട്ടിങ് V1 വേണോ? ഇല്ല. ING വരാനും പാടില്ല. അപ്പൊ എന്താ പറയുക? കൺസൾട്ട് ആണ് V1. കൺസൾട്ട് ആണ് V1, മറക്കരുത്. അടുത്ത ഷീ ഹാഡ് ബെറ്റർ ഡാഷ് വെൽ. ചോയ്സിൽ V1 ആരാ? ടു സ്റ്റഡി ആണോ? ഇല്ല. ഞാൻ പറഞ്ഞു V1 എന്ന് പറഞ്ഞാൽ 2 കൊണ്ടൊന്നും ആരംഭിക്കാൻ പാടില്ല, ED അവസാനിപ്പിക്കാൻ പാടില്ല ഒന്നും പറയരുത്. അപ്പൊ എന്താ പറയുക? സ്റ്റഡി 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 ആണ് ശരി കേട്ടോ. അടുത്ത് ഹി ഹാഡ് ബെറ്റർ ഡാഷ് ഹിയർ. എന്താ പറയുക? സ്റ്റേ സ്റ്റേ സ്റ്റേ. ചോയ്സിൽ V1 ആരാ? സ്റ്റേ. അതാണ് ശരി കേട്ടോ. ഓക്കെ, അപ്പൊ ഹാഡ് ബെറ്ററിലെ കുറച്ച് കാര്യങ്ങൾ ഇത്ര നേരം ഡിസ്കസ്. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണ്. 1 മാർക്ക് ഷുവർ ആണ് കേട്ടോ. എപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഉള്ള പഠിക്കാനുള്ള ഭാഗമാണ് 1 മാർക്ക് ഷുവർ. ഈ ജെറണ്ടിലെ കുറെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നുണ്ട്. ജെറണ്ട് പറഞ്ഞാൽ എന്താ അറിയോ? ING അവസാനിക്കുന്ന വെർബുകൾക്ക് എന്താ പറയാ? ജെറണ്ട് എന്ന് പറയാം. അതാ പറയാൻ പോകുന്നത്. നോക്കൂ, ഐ വാണ്ട് ടു അവോയ്ഡ് ഡാഷ് ഹിം അബൌട്ട് ഹെർ പ്ലാൻസ്. അപ്പൊ അവോയ്ഡ് കണ്ടാൽ അതിനെ ഉപയോഗിക്കേണ്ട വെർബ് ജെറണ്ട് ആണ്, മറക്കരുത് കേട്ടോ. ജെറണ്ട് പറഞ്ഞാൽ എന്താ? വെർബ് പ്ലസ് ING അവസാനിക്കുന്ന വെർബിന് എന്തെന്ന് പറയാ? ജെറണ്ട്. അപ്പൊ എന്താ പറയാ? ടെല്ലിംഗ്. അതാണ് ശരി, ടെല്ലിംഗ്. അടുത്ത ഡു യു മൈൻഡ് ഡാഷ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. നോക്കൂ, ഡു യു മൈൻഡ്, മൈൻഡ് ആണ്. മൈൻഡ് കണ്ട അതിനെ ഉപയോഗിക്കേണ്ടത് ജെറണ്ട് ആയിരിക്കണം, മറക്കരുത്. എന്താ ഉപയോഗിക്കേണ്ടത്? ജെറണ്ട്. ചോയ്സിൽ ജെറണ്ട് ആരാ? ഗിവിംഗ്. അതാണ് ശരി. അടുത്ത ചോദ്യം എന്താ? ഐ എൻജോയ് ഡാഷ് ബുക്സ്. എൻജോയ് കണ്ട അതിനെ ഉപയോഗിക്കേണ്ടത് ജെറണ്ട്. അപ്പൊ എന്താ പറയാ? റീഡിംഗ് ബുക്സ്, റീഡിംഗ്. അടുത്തത് ഫൈൻഡ് ഔട്ട് ദ ജെറണ്ട് ഇൻ ദ സെന്റൻസ്. രാഹുൽ ഈസ് ഫോണ്ട് ഓഫ് റീഡിംഗ് ബുക്സ്. ഈ സെന്റൻസിൽ ജെറണ്ട് ആരാണ്? രാഹുൽ ഈസ് ഫോണ്ട് ഓഫ് റീഡിംഗ് ബുക്സ്. ഇതിൽ ജെറണ്ട് ആരാ? റീഡിംഗ്. ഞാൻ പറഞ്ഞു വെർബ് പ്ലസ് ING എന്തെന്ന് വിളിക്കുക? ജെറണ്ട്. അപ്പൊ റീഡിംഗ് ആണ് ശരി. അടുത്ത ഡാഷ് ഈസ് എ ഗുഡ് എക്സസൈസ്. അപ്പൊ തുടക്കം ഡാഷ് കണ്ടാൽ ഉടനെ ഈസ് കണ്ടാൽ ഉറപ്പിച്ചോളൂ അവിടെ ജെറണ്ട വരിക. അത് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഡാഷ് എന്ന് കാണും, എന്നിട്ട് ഈസ്. ബ്ലാങ്ക് കാണും, എന്നിട്ട് ഉടനെ ഈസ് കണ്ടാൽ ഉറപ്പിച്ചോളൂ അവിടെ ബ്ലാങ്കിന്റെ അവിടെ എന്താ വരിക? ജെറണ്ട്. അപ്പൊ എന്താ വരിക? വാക്കിംഗ്, വാക്കിംഗ്. ഐ തിങ്ക് ഓഫ് ഡാഷ് ടു ചെന്നൈ. നോക്കൂ, ഇവിടെ ഡാഷിന് ബ്ലാങ്കിന് തൊട്ട് മുമ്പ് ഓഫ് എന്നറിയപ്പെടുന്ന ഒരു പദമുണ്ട്. അതിനെന്താ വിളിക്കുക? പ്രപ്പോസിഷൻ. എന്താ വിളിക്കുക? പ്രപ്പോസിഷൻ. അപ്പൊ പ്രപ്പോസിഷന് ശേഷം ഡാഷ് കണ്ടാൽ ഉടനെ ജെറണ്ട ഉപയോഗിക്കേണ്ടത്. പ്രപ്പോസിഷൻ ഉപയോഗിക്കേണ്ടത് വെർബ് ജെറണ്ട ആയിരിക്കണം, മറക്കരുത് കേട്ടോ. അവിടെ വെർബ് പ്ലസ് ING ആണ്, മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഐ തിങ്ക് ഓഫ് ഗോയിങ് ടു ചെന്നൈ. അടുത്ത ഐ ആം യൂസ്ഡ് ടു ഡാഷ് 8 hours a day. ഇവിടെ നോക്കി, യൂസ്ഡിന് തൊട്ട് മുമ്പ് ആം ഉണ്ട്, കണ്ടോ നിങ്ങൾ? അപ്പൊ യൂസ്ഡിന് തൊട്ട് മുമ്പ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ കണ്ടാൽ ഉറപ്പിച്ചോളൂ അവിടെയും എന്താ വരിക? ജെറണ്ട്. യൂസ്ഡ് ടു എന്നുള്ള തൊട്ട് മുമ്പ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ കണ്ടാൽ ഉറപ്പിച്ചോളൂ എന്താ വരിക? ജെറണ്ട്. അപ്പൊ ചോയ്സ് ജെറണ്ട് ആണ്, സ്ലീപ്പിംഗ്. ഓക്കെ, അപ്പൊ ജെറണ്ടിലെ കുറെ കാര്യങ്ങൾ ഇത്ര നേരം ഞാൻ ഡിസ്കസ് ചെയ്യട്ടോ. ഓക്കെ, സെക്ഷനാ പറയുന്നത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് കേട്ടോ, ശൈലികളും ഓരോ പ്രയോഗങ്ങളും. ഓക്കെ, ഒന്നാമത്തെ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? വിശ്വസിക്കാൻ പറ്റാത്ത കഥ. അതിനാണ് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയാം. വിശ്വസിക്കാൻ പറ്റാത്ത കഥ. അപ്പൊ എന്താ വരിക? എ സ്റ്റോറി ദാറ്റ് കനോട്ട് ബി ബിലീവ്ഡ്. അതാണ് ശരി. എ സ്റ്റോറി ദാറ്റ് കനോട്ട് ബി ബിലീവ്ഡ്. ഡി ആണ് ശരി അല്ലേ? അടുത്ത ഷോ ദ വൈറ്റ് ഫെദർ. ഷോ ദ വൈറ്റ് ഫെദർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭീരുത്വം കാണിക്കുക. ഷോ സയൻസ് ടു കോവർഡൈസ്. ഷോ സയൻസ് ടു കോവർഡൈസ്. അപ്പൊ എ ആണ് ശരി കേട്ടോ. അടുത്ത അറ്റ് 6s and 7s, 6കളിലും 7കളിലും അല്ലെ? ഇതിന്റെ അർത്ഥം എന്താണ്? 6s and 7s പറഞ്ഞ അർത്ഥം ആകപ്പാടെ ആശയക്കുഴപ്പത്തിൽ എന്നാണ് അർത്ഥം, കൺഫ്യൂസ്ഡ് എന്ന് അർത്ഥം. ഓക്കെ, ശരി. അടുത്ത വുൾഫിഷ് ഐ. വുൾഫിഷ് ഐ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയാം? ആർത്തി പിടിച്ച്, ആർത്തി, ആർത്തി, ആർത്തിക്കാണ് ഇംഗ്ലീഷിൽ വുൾഫിഷ് ഐ എന്ന് പറയാം. വുൾഫിഷ് ഐ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആർത്തി. ഓക്കെ, ചെന്നായിയുടെ കണ്ണ് എന്ന് പറഞ്ഞാൽ ആർത്തിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താ പറയുക? ഗ്രീഡിനെസ് ആണ് ശരി, ഗ്രീഡിനെസ്. അടുത്ത ഗോ ടു ദ ഡോഗ്സ് എന്ന് പറഞ്ഞ അർത്ഥം നശിക്കുന്ന അർത്ഥം, പോയി നശിക്കുന്ന പറയില്ലേ നമ്മൾ, പോയി നശിക്കുന്ന പറയില്ലേ, അതാണ് ഗോ ടു ദ ഡോഗ്സ് പറഞ്ഞ അർത്ഥം. അപ്പൊ ബി റൂയിൻഡ്, ബി റൂയിൻഡ്, അതാണ് ശരി. അടുത്ത എ വൈറ്റ് എലിഫന്റ്. എ വൈറ്റ് എലിഫന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വൈറ്റ് എലിഫന്റ് പറഞ്ഞ അർത്ഥം ഉപയോഗശൂന്യമായ വസ്തു, ഒന്നിനും പറ്റാത്തത്, യൂസ്ലെസ് ആണ്, യൂസ്ലെസ് ആയ വസ്തു. അപ്പൊ യൂസ്ലെസ് വൺ. അടുത്ത എ റെഡ് ലെറ്റർ ഡേ. ചുവന്ന അക്കദിനം. ചുവന്ന അക്കദിനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു വ്യക്തിന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിനാണ് എന്തെന്ന് പറയാം? റെഡ് ലെറ്റർ ഡേ. അപ്പൊ എന്താ പറയുക? എ വെരി ഇമ്പോർട്ടന്റ് ഡേ. അടുത്തത് ഐ ആം എക്സ്ട്രീംലി സോറി ഐ കോണ്ട് ടോക്ക് ടു യു. ഐ ആം ഡാഷ്. അത് നൗ എന്നാണ് കേട്ടോ, അത് ഹൗ അല്ല, നൗ ആണ് കേട്ടോ, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഐ ആം എക്സ്ട്രീംലി സോറി, എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഐ കാണ്ട് ടോക്ക് ടു യു, എനിക്ക് നിന്നോട് സംസാരിക്കാൻ കഴിയാത്തതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. നൗ, ഇപ്പോൾ. ഐ ആം ഡാഷ്, ഇപ്പൊ ഞാൻ ഒരുപാട് തിരക്ക് പിടിച്ചിരിക്കുകയാണ്. ഐ ആം ബിസി ആണ് ഇപ്പൊ ഞാൻ. ഇവിടെ ബിസി എന്നറിയപ്പെടുന്ന ഒരു പ്രയോഗമുണ്ട് ചോയ്സിൽ. ഇത് കുറെ തവണ PSC ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചോളൂ. പ്രസ്ഡ് ഫോർ ടൈം എന്നാ പറയാം. ഐ ആം പ്രസ്ഡ് ഫോർ ടൈം എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ ഭയങ്കര ബിസി ആണെന്ന് അർത്ഥം. ഓക്കെ, ശരി. ഓക്കെ, ഇനി ഡിറ്റർമിനേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കുറെ ചോദ്യങ്ങൾ പറയാൻ പോകുന്നു കേട്ടോ. ഡിറ്റർമിനേഴ്സ് പറഞ്ഞാൽ എന്താ അറിയാം? ഡിറ്റർമിനേഴ്സ് 4 ഉണ്ട്. ഒന്ന് ആർട്ടിക്കിൾസ്, അടുത്തത് പൊസസീവ്സ്, അടുത്ത ഡെമോൺസ്ട്രേറ്റീവ്സ്, അടുത്ത ക്വാണ്ടിഫയേഴ്സ്. ആർട്ടിക്കിൾസ് പറഞ്ഞാൽ എ ആൻഡ് ദ. പൊസസീവ്സ് പറഞ്ഞാൽ മൈ, ഹിസ്, ഹെർ, ദയർ, യുവർ, അവർ. മൈ, ഹിസ്, ഹെർ, ദയർ, യുവർ, അവർ. ഈ വാക്കുകൾക്ക് പൊസസീവ്സ് എന്ന് പറയാം. ഡെമോൺസ്ട്രേറ്റീവ്സ് പറഞ്ഞാൽ ദിസ്, ദാറ്റ്, ദീസ്, ദോസ്.
ക്വാണ്ടിഫയേഴ്സ് പറഞ്ഞാൽ ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ, ഫ്യൂ, എ ഫ്യൂ, മച്ച്, മെനി ഇങ്ങനത്തെ വാക്കുകൾക്കാണ് ക്വാണ്ടിഫയേഴ്സ് പറയുക. ഈ 4 സെക്ഷനും ഒറ്റ വാക്കാണ് ഡിറ്റർമിനേഴ്സ്. ഡിറ്റർമിനേഴ്സ് പറഞ്ഞാൽ എന്താ? ആർട്ടിക്കിൾസ്, പൊസസീവ്സ്, ഡെമോൺസ്ട്രേറ്റീവ്സ്, ക്വാണ്ടിഫയേഴ്സ്. ഇത് 4 ചേർന്നാൽ എന്തെന്ന് പറയാം? ഡിറ്റർമിനേഴ്സ്. ഓക്കെ, ശരി. അപ്പൊ അതിൽ നമുക്ക് കേരള PSCക്ക് വേണ്ടത് ആർട്ടിക്കിൾസും ക്വാണ്ടിഫയേഴ്സും ആണ് കേട്ടോ. ആർട്ടിക്കിൾസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾസ് എന്താ ഉപയോഗിക്കേണ്ടത് അല്ലേ? ഇന്ന് ക്വാണ്ടിഫയേഴ്സിന്റെ കുറെ കാര്യങ്ങൾ ഇവിടെ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നു കേട്ടോ. നോക്ക, മേ ഐ ആസ്ക് യു ഡാഷ് ക്വസ്റ്റ്യൻസ്, ഇതാണ് ചോദ്യം അല്ലെ. ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ. ഫ്യൂ എന്ന് പറഞ്ഞ അർത്ഥം ഇല്ല എന്നാണ് അർത്ഥം. എ ഫ്യൂ എന്ന് പറഞ്ഞ അർത്ഥം കുറച്ച് എന്നാണ് അർത്ഥം. ദ ഫ്യൂ എന്ന് പറഞ്ഞ അർത്ഥം നേരത്തെയുള്ള ആ കുറച്ച്, നേരത്തെയുള്ള ആ കുറച്ച്, അതാണ് ദ ഫ്യൂന്റെ അർത്ഥം. ഓക്കെ, ശരി. ഇത് എവിടെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ കൗണ്ടബിൾ നൗണിന് മുമ്പാണ് ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ യൂസ് ചെയ്യുക. മറക്കരുത്, കൗണ്ടബിൾ നൗണുകൾക്ക് മുമ്പാണ് ഫ്യൂ. ഇല്ല എന്ന് പറയാൻ ഫ്യൂ ചേർക്കണം, കുറച്ച് പറയാൻ എ ഫ്യൂ ചേർക്കണം, നേരത്തെയുള്ള ആ കുറച്ച് പറയാൻ ദ ഫ്യൂ ചേർക്കണം. ഓക്കെ, ശരി. അപ്പൊ മറക്കരുത് കേട്ടോ. അപ്പൊ ഡാഷ് എന്താ വന്നിരിക്കുന്നത്? ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ എന്താ? കൗണ്ടബിൾ ആണ് അല്ലെ? ഓക്കെ, അത് കൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ അവിടെ എന്താ വരിക? ഞാൻ ഇതിനോട് കുറച്ച് ചോദ്യം ചോദിക്കട്ടെ എന്തെങ്കിലും വരിക. അപ്പൊ എന്താ വരിക? മേ ഐ ആസ്ക് യു എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. എ ഫ്യൂ ആണ് ശരി കേട്ടോ. അടുത്ത, ബീങ് ഹോളിഡേ ദർ ആർ ഡാഷ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. ബീങ് ഹോളിഡേ, അവധി ദിവസമായതിനാൽ ദർ ആർ ഡാഷ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ആരും ഇല്ല അല്ലെ? അവധി ദിവസം ആകുമ്പോൾ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ഉണ്ടാവില്ല. നമ്മൾ കുറച്ച് റീസണിങ് അവിടെ ഉപയോഗിക്കണം, കുറച്ച് യുക്തി ഇവിടെ ഉപയോഗിക്കണം, മറക്കരുത് കേട്ടോ നിങ്ങൾ. ഓക്കെ, അപ്പൊ അവധി ദിവസം ആകുമ്പോൾ ക്ലാസ്സിൽ സ്വാഭാവികമായിട്ടും ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അപ്പൊ എന്താ പറയുക? ഫ്യൂ 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 ഫ്യൂ, അതാണ് ശരി. അടുത്ത, ഡാഷ് ബുക്സ് ഐ ഹാഡ് വേർ സ്റ്റോളൻ. നോക്കൂ, ഡാഷ് ബുക്സ് ഐ ഹാഡ്, എന്റെ കൈവശം ഉണ്ടായിരുന്ന ആ നേരത്തെയുള്ള ആ പുസ്തകങ്ങളുണ്ടല്ലോ അത് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ കൈവശം, ദ ബുക്സ് ഡാഷ് ഡാഷ് ബുക്സ് ഐ ഹാഡ്, എന്റെ കൈവശം ഉണ്ടായിരുന്ന നേരത്തെ എന്റെ കൈവശം ഉണ്ടായിരുന്ന ആ കുറച്ച് പുസ്തകങ്ങളുണ്ടല്ലോ അത് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ എന്താ വരിക? ദ ഫ്യൂ ബുക്സ് ഐ ഹാഡ്, അതാണ് ശരി കേട്ടോ. അടുത്തത്, ആസ് ഈസ് അൺഎംപ്ലോയിഡ് ഹി ഹാസ് ഡാഷ് മണി ടു ബൈ എ സ്കൂട്ടർ. ആസ് ഈസ് അൺഎംപ്ലോയിഡ്, അവൻ ഒരു അൺഎംപ്ലോയിഡ്, അവൻ ഒരു ജോലി ഇല്ലാത്ത ആളായതുകൊണ്ട് ഹി ഹാസ് ഡാഷ് മണി ടു ബൈ എ സ്കൂട്ടർ. നമുക്ക് ചോയ്സ് ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ. എന്താ ലിറ്റിൽ എന്ന് പറഞ്ഞ അർത്ഥം? ഇല്ല. എ ലിറ്റിൽ പറഞ്ഞ അർത്ഥം കുറച്ച്. ദ ലിറ്റിൽ എന്ന് പറഞ്ഞ അർത്ഥം ആ കുറച്ച്. അപ്പൊ ഇത് എവിടെ ചേർക്കുക? ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂന്റെ അതേ അർത്ഥമാണ് ഇവിടെ വരുന്നത്. പക്ഷെ ഇത് എവിടെ ചേർക്കാന്ന് വെച്ചാൽ ഡാഷ് കഴിഞ്ഞോടെ നോക്കുക ഒരു അൺകൗണ്ടബിൾ നൗൺ ആകണം. ഡാഷ് കഴിഞ്ഞോടെ, ആ ബ്ലാങ്ക് കഴിഞ്ഞോടെ നോക്കുക ഒരു അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ മാത്രമേ ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ ചേർക്കാൻ പാടുള്ളൂ. ഇല്ല എന്ന് പറയാൻ ലിറ്റിൽ ചേർക്കണം, കുറച്ച് പറഞ്ഞ എ ലിറ്റിൽ, അല്ല നേരത്തെയുള്ള ആ കുറച്ച് പറഞ്ഞ ദ ലിറ്റിൽ ചേർക്കണം കേട്ടോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണം, മണി എന്ന് പറഞ്ഞാൽ അതൊരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അതൊക്കെ മറക്കാതിരിക്കും. മണി എന്ന് പറഞ്ഞാൽ എന്താ? അൺകൗണ്ടബിൾ നൗൺ ആണ്, മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക, ആസ് ഈസ് അൺഎംപ്ലോയിഡ്, അവൻ ജോലി ഇല്ലാത്ത ആളായതുകൊണ്ട് അവന്റെ കൈവശം പണം ഉണ്ടാവോ? ജോലി ഇല്ലാന്ന് എടുത്ത് പറയുന്നുണ്ട്, അപ്പൊ പണം ഉണ്ടാവില്ല എന്ന് ഉറപ്പാ. അപ്പൊ he has little money to buy a scooter. സ്കൂട്ടർ വാങ്ങാനുള്ള പണം അവന്റെ അടുത്തില്ല. there was dash money in my pocket, എന്റെ പോക്കറ്റിലെ പണം. So I bought a pen from the market. അതുകൊണ്ട് ഞാൻ മാർക്കറ്റിൽ നിന്ന് ഒരു പെന്ന് വാങ്ങി. അപ്പൊ എന്റെ പോക്കറ്റിൽ പണം ഉണ്ടോ അല്ലേ? മാർക്കറ്റിൽ നിന്ന് പെന്ന് വാങ്ങി എന്ന് പറയുന്നുണ്ട്, അപ്പൊ കുറച്ച് കാശ് എന്റെ പോക്കറ്റിൽ ഉണ്ട്. അപ്പൊ there was a little money in my pocket, so I bought a pen from the market. അടുത്തത്, the cat has knocked over dash milk in the jug. Now the cat has knocked over, ആ പൂച്ച തട്ടി താഴിട്ടുണ്ട് എന്ത്? ഡാഷ് മിൽക്ക് ഇൻ ദ ജഗ്. ആ ജഗ്ഗിൽ ഉണ്ടായിരുന്ന, ആ ജഗ്ഗിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ കുറച്ച് പാലുണ്ടല്ലോ ആ ജഗ്ഗിൽ, ഇത് അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ആ ജഗ്ഗിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ കുറച്ച് പാലുണ്ടല്ലോ അത് പൂച്ച തട്ടി താഴെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ നേരത്തെ ഉണ്ടായിരുന്ന ആ കുറച്ച്, അങ്ങനെയാണ് ഇവിടെ എടുക്കേണ്ടത് കേട്ടോ. ആ ജഗ്ഗിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ കുറച്ച് പാലുണ്ടല്ലോ അത് പൂച്ച തട്ടി താഴെ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്താ വരിക? ദ ലിറ്റിൽ മിൽക്ക്, അതാണ് ശരി കേട്ടോ. അടുത്ത, there are dash students in the class. ഇന്ന് ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ നോക്കൂ, മച്ച്, മെനി, മോർ, വെരി അല്ലെ. അപ്പൊ ശ്രദ്ധിച്ചോളൂ, there are dash students in the class അല്ലെ. ആ ക്ലാസ്സിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഇതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഡാഷ് കഴിഞ്ഞോടനെ ഇവിടെ ഒരു നൗണാ വന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഉറപ്പിച്ചോളൂ, ഒന്നില്ലെങ്കിൽ മച്ച് അല്ലെങ്കിൽ മെനി. നൗണ് കണ്ടാൽ ഉറപ്പിച്ചോളൂ എന്താ വരിക? ഒന്നിലേക്ക് മച്ച് അല്ലെങ്കിൽ മെനി. ഇവിടെ മോർ ചേർക്കാൻ പാടില്ല. മോർ ചേർക്കണമെങ്കിൽ അപ്പുറത്ത് ദാൻ വരണം. ദാൻ ഉണ്ടോ? ഇവിടെ ഇല്ല. അപ്പൊ മോർ എന്തായാലും ചേർക്കാൻ പാടില്ല. വെരി എന്തായാലും പറയാൻ പാടില്ല, കാരണം വെരി നൗണിന് മുമ്പ് ഒരിക്കലും വെരി ചേർക്കാൻ പാടില്ല കേട്ടോ. ഒന്നിലേക്ക് മച്ച് അല്ലെങ്കിൽ മെനി. ഈ മച്ച് എവിടെ ചേർക്കുക? അൺകൗണ്ടബിൾ നൗണുകൾക്കും മച്ച് ചേർക്കണം. കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ മെനി ചേർക്കണം. അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ മച്ച്, കൗണ്ടബിൾ നൗൺ ആണെങ്കിലോ മെനി. രണ്ടിന്റെ അർത്ഥം ധാരാളം എന്ന അർത്ഥം. മച്ച് പറഞ്ഞാലും ധാരാളം, മെനി പറഞ്ഞാലും ധാരാളം. മച്ച് എവിടെ ചേർക്കാം? അൺകൗണ്ടബിൾ നൗണുകൾക്ക് മുമ്പാണ് മച്ച് ചേർക്കുക. കൗണ്ടബിൾ നൗണിന് മുമ്പ് ചേർക്കണം? മെനി ചേർക്കണം. അപ്പൊ ഇവിടെ എന്താ വരിക? there are many students in the class. അടുത്ത, there is dash sugar in the pot അല്ലെ. ആ പോട്ടിൽ ഒരുപാട് പഞ്ചസാര ഉണ്ട്. അപ്പൊ ധാരാളം പഞ്ചസാര ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ എന്താ വരിക? മച്ചാണ് ശരി. എന്താ വരിക? മച്ചാണ് ശരി കേട്ടോ. ഓക്കെ, ശരി. ഇനി ഓക്സിലറി. അപ്പൊ ഇത്ര നേരം ഡിറ്റർമിനേഴ്സിലെ കുറെ കാര്യം പറഞ്ഞത്. ഇനി ഓക്സിലറി വെർബിലെ കാര്യങ്ങൾ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പൊ ഇംഗ്ലീഷിൽ രണ്ട് തരം ഓക്സിലറി വെർബ് ഉണ്ട്. ഒന്ന് പ്രൈമറി ഓക്സിലറീസ്, അടുത്ത്
modal auxiliaries. Primary auxiliaries is, am, are, was, were, do, does, did, have, as, had. Modal auxiliaries will, would, shall, should, can, could, may, might, must, use to, ought to, dare, need. Okay, ഇതിനെയാണ് മോഡൽ ഓക്സിലറീസ് എന്ന് പറയാം. അപ്പോൾ ആ മോഡൽ ഓക്സിലറീസ് കണ്ടാൽ നിങ്ങൾ യൂസ്ഡ് ടു, ഡയർ, ought to. അപ്പോൾ ടു കണ്ടാൽ അവിടെ ഒന്നില്ലെങ്കിൽ യൂസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ ought to ആയിരിക്കും. യൂസ്ഡ് ടു, ought to, അതിനാണ് ടു ചേർക്കുക കേട്ടോ. യൂസ്ഡ് ടു, ought to, വേറെ ഒന്നിനും ടു ഇല്ല, അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ എല്ലാവരും. ശരി, ഇനി ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ, I dash eat a lot of sweets when I was a school student. നോക്കൂ, when I was a school student, ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥി ആയിരുന്ന സമയത്ത് I dash eat a lots of sweets, ഞാൻ ഒരുപാട് മിഠായികൾ, ഞാൻ ഒരുപാട് മധുരപലഹാരങ്ങൾ കഴിക്കാറുണ്ടായിരുന്നു. അതാണ് ഇവിടെ അർത്ഥം വരുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, സ്കൂളിൽ വിദ്യാർത്ഥി ആയിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് മധുരപലഹാരങ്ങൾ കഴിക്കാറുണ്ടായിരുന്നു. അപ്പൊ എന്താ വരിക, പണ്ട് പതിവായി ചെയ്തിരുന്ന ഒരു കാര്യം പക്ഷെ ഇപ്പൊ ചെയ്യുന്നില്ല, പണ്ടത്തെ ശീലമാണ്. അപ്പൊ എന്താ വരിക, യൂസ്ഡ് ടു ആണ്. ശരി, മറക്കരുത് കേട്ടോ. അടുത്ത, ഹൗ ഡാഷ് യു ഡിസൊബേ മൈ കമാൻഡ് അല്ലെ. ഹൗ ഡാഷ് യു നിനക്ക് എങ്ങനെ എന്റെ ആജ്ഞയെ ധിക്കരിക്കാൻ ധൈര്യം വന്നു, നിനക്ക് എങ്ങനെ എന്റെ ആജ്ഞയെ ധിക്കരിക്കാൻ ധൈര്യം വന്നു, ആ അർത്ഥം അവിടെ എടുക്കേണ്ടത്. അത് നിങ്ങൾ അർത്ഥം നോക്കി എടുക്കണം. നിനക്ക് എങ്ങനെ എന്റെ ആജ്ഞയെ ധിക്കരിക്കാൻ നിനക്ക് ധൈര്യം വന്നു, ഇവിടെ ധൈര്യത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ധൈര്യത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഡയർ ആണ്. ഡയർ, DARE, മറക്കരുത് കേട്ടോ. അടുത്ത, ഡാഷ് ഐ യൂസ് യുവർ പെൻ ഫോർ എ മിനിറ്റ് പ്ലീസ് അല്ലെ. കുറച്ച് നേരത്തേക്ക് നിന്റെ പെണ്ണ് ഞാനൊന്ന് ഉപയോഗിക്കട്ടെ, ഇതാണ് അർത്ഥം അല്ലെ. കുറച്ച് നേരത്തേക്ക് ഞാൻ എന്റെ പെണ്ണെന്ന് ഉപയോഗിക്കട്ടെ, ഇതാണ് അർത്ഥം. അപ്പൊ നോക്കുക, ഇതൊരു റിക്വസ്റ്റ് ആണ് അല്ലെ, ഒരു റിക്വസ്റ്റ് ആണ് ഇത് കണ്ടോ നിങ്ങൾ. അപ്പൊ റിക്വസ്റ്റിനെ കാണിക്കുന്ന ഓക്സിലറി വെർബ് കുഡ് ആണ്, മറക്കരുത്. റിക്വസ്റ്റിനെ കാണിക്കുന്ന ഓക്സിലറി വെർബ് എന്താ, കുഡ്, മറക്കരുത് കേട്ടോ. അടുത്ത, he worked hard dash he worked hard lest he dash fail. ലെസ്റ്റ് കണ്ടാൽ അതിന് ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഷുഡ് ആണ്. ലെസ്റ്റ് കണ്ടാൽ ഉപയോഗിക്കുന്ന ഷുഡ്, മറക്കരുത് കേട്ടോ. ലെസ്റ്റ് കണ്ടാൽ അതിന് ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് എന്താ, ഷുഡ്, മറക്കരുത് കേട്ടോ. അടുത്ത, കം വാട്ട് ഡാഷ് ഐ വിൽ ഡു ഇറ്റ്. നോക്കൂ, കം വാട്ട് കണ്ടാൽ അതിന് ഉപയോഗിക്കാൻ മേ ആണ് ഉപയോഗിക്കുക. എന്താ അതിന്റെ അർത്ഥം അറിയുന്നത്? കം വാട്ട് മേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, എന്ത് വന്നാലും ശരി ഐ വിൽ ഡു ഇറ്റ്, ഞാനത് ചെയ്യും. അപ്പൊ കം വാട്ട് കണ്ടാൽ അതിന് ഉപയോഗിക്കേണ്ട ഓക്സിലറി വെർബ് എന്താ, മേ. അതൊരു പ്രയോഗമാണ്, മേ. അടുത്ത, ഡോക്ടർ സെഡ് യു ഡാഷ് സ്റ്റോപ്പ് സ്മോക്കിംഗ്. ഡോക്ടർ പറഞ്ഞു നീ പുകവലി നിർത്തണം, ഇതാണ് ഡോക്ടർ പറയുകയാണെങ്കിൽ അതെന്താ, ഒരു ആജ്ഞയാണ്, ഒരു ആജ്ഞ. അപ്പൊ ഒരു ആജ്ഞയെ കാണിക്കുന്ന ഓക്സിലറി മസ്റ്റ് ആണ്. അവിടെ ഷുഡും ചേർക്കാം, ഷുഡും ചോയ്സ് ഉണ്ടെങ്കിൽ ശരിയാണ്, രണ്ടും ഉണ്ടാവില്ല, ഒന്നിലെ മസ്റ്റ് അല്ലെങ്കിൽ ഷുഡേ വരുള്ളൂ. ഇവിടെ മസ്റ്റ് ഉണ്ട്, അതാണ് ശരി കേട്ടോ. അടുത്ത, ഇറ്റ് ഡാഷ് റെയിൻ ദിസ് ഈവനിങ്. ഇന്ന് വൈകുന്നേരം മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ സാധ്യതയാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം അവിടെ കാര്യം. ഇന്ന് വൈകുന്നേരം ഇവിടെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മഴന്റെ കാര്യത്തിൽ നമ്മൾ സാധ്യത വെച്ചാൽ പറയാം, ഓക്കെ അല്ലെ. നാളെ മഴ പെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട്, അങ്ങനല്ലേ നമ്മൾ പറയാം. അപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് കുഡ് ആണ്. കുഡ്, മറക്കരുത് കേട്ടോ. അത്, ഡാഷ് യു മൈൻഡ് കീപ്പിംഗ് സൈലൻസ്. നോക്കൂ, ഡാഷ് കഴിഞ്ഞിട്ട് യു മൈൻഡ് കണ്ടോ നിങ്ങൾ. യു മൈൻഡ് കണ്ടാൽ അവിടെ വുഡ് ചേർക്കും. വുഡ് യു മൈൻഡ്, വുഡ് ആണ് ചേർക്കുക, മറക്കരുത് കേട്ടോ. അവിടെ, യു ഡാഷ് ടു പേ യുവർ ഡെറ്റ്സ്. നിന്റെ ബാധ്യതകൾ വീട്ടാൻ നീ കടപ്പെട്ടിരിക്കുന്നു അല്ലെ, അതാണ് അർത്ഥം. കടപ്പാടിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇങ്ങനെ നോക്കൂ, നിങ്ങൾ ഡാഷ് കഴിഞ്ഞിട്ട് ടു ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡാഷ് ഉടനെ ടു കണ്ടാൽ അവിടെ ഷുഡ് വരാൻ പാടുണ്ടോ, ഇല്ല. മസ്റ്റ് വരാൻ പാടുണ്ടോ, ഡയർ വരാൻ പാടുണ്ടോ, ഇല്ല. എന്താ ഒരു ഓട്ടാണ്, ഒരു ought to ആണ് ശരി. അപ്പൊ ഞാൻ പറഞ്ഞു, ടു കണ്ടാൽ അവിടെ ഒന്നിൽ യൂസ്ഡ് ടു അല്ലെങ്കിൽ ought to. യൂസ്ഡ് ടു ആണെങ്കിൽ പണ്ടത്തെ ശീലത്തെ കാണിക്കാനാണ് യൂസ്ഡ് ടു ഉപയോഗിക്കുക. ought to ആണെങ്കിൽ കടപ്പാടിനെ സൂചിപ്പിക്കാനാണ് ought to ഉപയോഗിക്കുക കേട്ടോ. ശരി, അപ്പോൾ PSC ഒരുപാട് തവണ ചോദിച്ചുള്ള കുറെ ഏരിയയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. അപ്പൊ പ്രതീക്ഷിക്കുക, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒരു 3-4 മാർക്കിലെ ചോദ്യങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുക കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ബൈ. എല്ലാ വിഷയങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ. LPSA, UPSA, KTET, LDC, LGS, പോലീസ് കോൺസ്റ്റബിൾ, മറ്റ് PSC ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്കായി PSC മേഖലയിൽ പ്രഗത്ഭരായ അധ്യാപകർ നടത്തുന്ന റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസുകൾ, എല്ലാ ദിവസവും ഓൺലൈൻ പരീക്ഷകൾ, എല്ലാ ആഴ്ചയും റിവിഷൻ പരീക്ഷകൾ എന്നിവ നടത്തുന്നു. ആപ്റ്റിക്സ് അക്കാഡമി, മുക്കം. 9895509280. ഫ്രീ ക്ലാസുകൾക്കായി ആപ്റ്റിക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.